Hello dear students, welcome back to Target Learning App. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 മാർക്കിന് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. നമുക്കറിയാം ഒരൊറ്റ ദിവസം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനുള്ളൂ. സോ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എല്ലാം എൻ്റെ മക്കളൊന്ന് ചെയ്ത് നോക്കുക. പ്രോബ്ലംസ് ഉണ്ട്, 1-2 ഡെറിവേഷൻസ് ഉണ്ട്. സോ അതൊക്കെ ഇത് ചെയ്ത് നോക്കി വർക്കൗട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ 3 മാർക്കിന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടും. എല്ലാ ഇൻഫർമേഷനും അവിടെ ഉണ്ട്. സോ അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, മോർ ദാൻ 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം. പ്ലസ് അത് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും, അതും കൂടെ പഠിച്ചിരിക്കണം. റൈറ്റ് ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, മെൻഷൻ എനി 2 ഡീമെറിറ്റ്സ് ഓഫ് ദി മോഡൽ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 4 മാർക്കാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അലോട്ട് ചെയ്തിട്ടുള്ളത്. ഓൺലി 4 മാർക്സ്. ഓക്കെ, ഈ 4 മാർക്കിൽ നിങ്ങളൊന്ന് നോക്ക്. പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ആറ്റം ചോദിച്ചിട്ടുണ്ട്. മെൻഷൻ എനി 2 ഡീമെറിറ്റ്സ്, 2+2 ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ബോർ മോഡലിൻ്റെ ഒരു 2-3 പോയിന്റ്സ് എഴുതി വെക്കുക. മക്കളെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, 2 പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ കറക്റ്റ് 2 പോയിന്റ് എഴുതരുത്, ഒന്ന് എക്സ്ട്രാ എഴുതി വെക്കുക കയ്യിലുണ്ടെങ്കിൽ. അപ്പം ബോർ മോഡൽ നിങ്ങൾ ആദ്യം മുതലേ പഠിക്കുന്നതാണ്. എന്താ ബോർ മോഡൽ പറയുന്നത്? നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൗണ്ട് ദ പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് ത്രൂ എ സർക്കുലർ പാത്ത് കോൾഡ് ഷെൽസ്. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയണം. എന്താ പറയേണ്ടത്? ഓക്കെ, ദ നമ്പർ ഓഫ് ഷെൽസ് അല്ലെ, ഓരോ ഷെല്ലിനെയും നമ്മൾ KLM എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. നെയിംഡ് ആസ് KLMN ആൻഡ് ഇറ്റ്സ് നമ്പേർഡ് ആസ് N അല്ലേ. N is equal to 1, 2, 3, 4. ഈ N-നെ നമ്മൾ എന്ത് പറയും? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ആ കാര്യം ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ? ആ ഷെല്ലിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ. ഓക്കെ, സപ്പോസ് K ഷെല്ലാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? 1 ആണ്. L ഷെല്ലാണ് എൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ ആ ഒരു കാര്യം മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, ആ പോയിന്റ് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? ഒരു ഇക്വേഷൻ, കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട് അല്ലേ. അതായത് വേറൊരു സർക്കുലർ പാത്ത് ആയതുകൊണ്ട് തന്നെ MVR അല്ല, എന്താ സംഭവം? മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ഓഫ് ദാറ്റ് പാത്ത് ഇസ് ഈക്വൽ ടു NH/2π. ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പർട്ടിക്കുലർ ഇലക്ട്രോൺ ഓഫ് സർക്കുലർ ഓർബിറ്റ് ഇസ് ദ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h/2π. അല്ല, ഈ ഇക്വേഷൻ അങ്ങ് എഴുതി വെക്കുക. ഒരു പോയിന്റ്. വേറൊരു പോയിന്റ് നിങ്ങൾക്ക് പറയാം, എനർജി ഓഫ് എൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ എനർജി കാണാനുള്ള ഒരു ഫോർമുല. ഇതൊക്കെ ഫോർമുലാസ് ആണ്. En is equal to -RH/n², where RH is the Rydberg constant അല്ലേ. -2.18 അല്ലേ, 2.18 into 10⁻⁻18 ജൂൾ. അപ്പം ആ ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് പറയാം ഓരോ ഷെല്ലിൻ്റെയും റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? Rn is equal to A0n², where A0 is a constant, that is 52.9 picometer. ഓക്കെ, സോ അങ്ങനെയുള്ള ഏതെങ്കിലും 1-2 പോയിന്റും കൂടെ നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ്. ഇനിയും പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 2-3 ഇക്വേഷൻ വരുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു. ഇത് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ, ദ റേഡിയസ് ഓഫ് ഓർബിറ്റ്. സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന് റേഡിയസ് ഉണ്ടാവില്ലേ. അപ്പോൾ റേഡിയസ് ഓഫ് എൻ ഓർബിറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ A0n². ഇതിന് നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്, ഒന്ന് മോഡിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ഇവിടെ ചോദിച്ചത് എന്താ? ബോർ മോഡൽ ഓഫ് ഫോർ ഹൈഡ്രജൻ ആറ്റേ ചോദിച്ചിട്ടുള്ളൂ. ഹൈഡ്രജൻ ലൈക്ക് ആറ്റമാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? ഒരു സാധനം പഠിച്ചിട്ടില്ലേ? En is equal to, ഇതിനെ തന്നെ നിങ്ങൾക്ക് En is equal to -RH into Z²/n² എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനൊരു സാധനം പഠിച്ചിട്ടില്ലേ? അതെപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? ഹൈഡ്രജൻ ആറ്റത്തിനല്ല, ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ ബോർ മോഡലിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. വേറെ Z is the atomic number. ഇപ്പോൾ ഹീലിയം ആണെങ്കിൽ നമുക്ക് ഹൈഡ്രജന് കൊടുക്കുന്നതിനുള്ള ഡിഫറൻസ്, ഹീലിയം എന്ന് പറയുമ്പോൾ ആറ്റമിക് നമ്പർ എത്രയാണ്? 2 ആണ് വരുന്നത് അല്ലേ. ലിഥിയം അല്ലെ, ഹീലിയം ആറ്റം ആയിട്ടല്ല, ഹീലിയം അയോൺ അല്ലെ. ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ,
ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. മെൻഷൻ എനി 2 ഡീമെറിറ്റ്സ്. ഡീമെറിറ്റ്സ് പറയാനാണെങ്കിൽ ഒരു ഡീമെറിറ്റ് നിങ്ങൾക്ക് പറയാം. ഇതിന് ഡീമെറിറ്റ് എന്താണ്? ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺലി ഫോർ ഹൈഡ്രജൻ ഓർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്. മെനി ഇലക്ട്രോൺ സിസ്റ്റം ഓർ മോർ ഇലക്ട്രോൺ സിസ്റ്റം ഉള്ള ആൾക്കാരിലേക്ക്, ആറ്റംസിലേക്ക്, ലൈക്ക് വേറെയുള്ള അയോൺസ്, ഇപ്പോൾ ലിഥിയം ആറ്റം അല്ല അതിൻ്റെ മുകളിലേക്കുള്ള ആറ്റംസിലേക്ക് അപ്ലൈ ചെയ്യാൻ ബോർ മോഡൽ പറ്റിയില്ല. പിന്നെ ബ്രോഡ് സ്പെക്ട്രത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് അറ്റോമിക് സ്പെക്ട്രം മാത്രമേ മെൻഷൻ ചെയ്തുള്ളൂ, ബ്രോഡ് സ്പെക്ട്രത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. 2 പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളൂ. ഈവൻ അതിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ട്. നമ്മളെ നോട്ട്സിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. നോട്ട്സിൽ 4-5 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും 2-3 പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ മതി. 2 പോയിന്റ്സ് മതി, 2 ഡീമെറിറ്റ്സ്. ഒരു സേഫ്റ്റിക്ക് ഒരു 3 പോയിന്റ്സ് എഴുതിയേക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഒരു വർഷം 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഒരു ബുദ്ധിമുട്ടുമില്ല, ബോർ മോഡൽ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് N2, കാൽക്കുലേറ്റ് ഇറ്റ്സ് ബോണ്ട് ഓർഡർ ആൻഡ് പ്രെഡിക്റ്റ് ഇറ്റ്സ് മാഗ്നറ്റിക് ബിഹേവിയർ. നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ കോൺഫിഗറേഷൻ MOT കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. MOTയിൽ വരുന്ന ഹീലിയം എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഹീലിയം മോളിക്യൂൾ, ബെറിലിയം മോളിക്യൂൾ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതിനുള്ള റീസൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ നോട്ട്സിൽ നമ്മൾ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ N2ൻ്റെ കോൺഫിഗറേഷൻ എഴുതാനാണ് ചോദിച്ചത്. ഒരു നൈട്രജനിൽ 7 ഇലക്ട്രോൺ ആയിരിക്കും. 7 + 7 എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? N2ൽ 14 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. σ1s2, σ*1s2, σ2s2, σ*2s2. ഇനി അടുത്തത് നമ്മൾ ഏത് എഴുതുന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഏതാ എഴുതുക? പൈ എഴുതണം. 14 വരെ നമ്മൾ പൈ ആണ് എഴുതുക. പൈ 2px2, പൈ 2py2. അടുത്ത നമ്മൾ ഏതാ എഴുതുക? σ2pz2. അത് മാറിപ്പോരുത്. 14 ഇലക്ട്രോൺസ് വരെ നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ ഈ ഫോർമാറ്റ് ആണ് എഴുതുക. നമ്മൾ 14 ഇലക്ട്രോൺസിന്റെ മുകളിലേക്ക് ഉള്ളതിന് മുതൽ അത് ഫ്ലൂറിൻ മോളിക്യൂളും ഓക്സിജൻ മോളിക്യൂളൊക്കെ എഴുതുമ്പോൾ മനസ്സിലാവും. ഇയാളെ നമ്മൾ ഇവിടെയാണ് എഴുതുക. ഓക്കെ, വരയ്ക്കുമ്പോഴും ആ പ്രത്യേകത ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നോക്കുന്നു ബോണ്ട് ഓർഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കറക്റ്റ് ആണോ നോക്കുന്നു. 2, 4, 6, 8, 10, 12, 2, 14. ബോണ്ട് ഓർഡർ നോക്കുകയാണ്. ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. ഓക്കെ, ഇത് സോഡിയം എന്നല്ല, എന്നിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എ കിടക്കണത്. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയാ? 2, 4, 6, 8, 10, 10 മൈനസ് ആൻറ്റി ബോണ്ടിങ്ങോ സ്റ്റാർ ഉള്ള എത്ര ആൾക്കാർ? 2 ആൾക്ക് മാത്രം, 4. അപ്പം ഹാഫ് ഇൻറ്റു 10 - 4. 10 - 4 എന്ന് പറഞ്ഞാൽ 6. 6/2 എത്ര വരും? 3. അപ്പം 2 നൈട്രജൻ ആറ്റംസിൻ്റെ ഇടയിലുള്ള ബോണ്ട് എന്ത് തരം ബോണ്ടാണ്? 3 ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടാണ്. കറക്റ്റ് അല്ലേ? ഇനി നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പ്രെഡിക്റ്റ് ഇറ്റ്സ് മാഗ്നറ്റിക് ബിഹേവിയർ. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്, ശരിയല്ലേ? 2 ഇലക്ട്രോൺസ് വെച്ചാൽ എല്ലാം പെയർ ചെയ്തായിരിക്കണം. സിംഗിൾ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. സോ എന്ത് നേച്ചറാണ് ഇവർ കാണിക്കുക? ഇവർ കാണിക്കുന്നത് ഡയാമാഗ്നറ്റിക് നേച്ചർ. കണ്ടോ, 4 മാർക്ക് എത്ര എളുപ്പത്തിലാണ് കിട്ടുന്നത് നോക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്ഷൻ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ മക്കളെ? MOT മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രംസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അധികം ചോദിക്കല്, ശ്രദ്ധിച്ചോ? എല്ലാവരും നോട്ട് ചെയ്തോ? എല്ലാവരും ബുക്കും പേപ്പർ എടുത്തോ? അതിലെല്ലാവരും നോട്ട് ചെയ്യേണ്ട കാര്യം F2, O2, N2 ഈ 3 ആൾക്കാരിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. ഇതന്നെയാണ് ഞാൻ പറയുന്നില്ല, ഇത് പഠിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ളൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ CO ചോദിക്കുക, അങ്ങനെ ഡിഫറെൻറ്റ് ചോദിക്കാറില്ല. അധികം ഹോമോ ആറ്റമിക് മോളിക്യൂൾസ് ആണ്, ഹോമോ ന്യൂക്ലിയർ ആയിട്ടുള്ള ആൾക്കാരെയാണ് ചോദിക്കാറുള്ളത്. അപ്പം F2, O2, N2 ആണ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ എഴുതുമ്പോൾ O2 ഒക്കെ പാരാമാഗ്നറ്റിക് ആണ് വരുന്നത്. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ F2ൻ്റെ എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്തത് തെർമോഡൈനാമിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ആണ്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡ് ആയിട്ട് മാറുകയാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ് പാക്കിംഗ് വളരെ അല്ലേ, സോളിഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടിരിക്കും അതിനെ പാക്ക് ചെയ്തിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ മോളിക്യൂൾസ് വളരെ അടുത്തായിരിക്കും. ലിക്വിഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയി, കുറച്ചും കൂടെ എന്ത് ചെയ്യാം, റാൻഡം ആയിട്ട് അവർക്ക് നടക്കാൻ പറ്റും, ഡിസോർഡേർഡ് ആവും. ഗ്യാസ് ആകുമ്പോൾ ഡിസോർഡർനെസ് വളരെ കൂടുതൽ, അപ്പോൾ എൻട്രോപ്പി കൂടി വരും. സോളിഡ് ടു ലിക്വിഡ് ടു ഗ്യാസ് ആകുമ്പോൾ മോളിക്യൂൾ കുറച്ചുകൂടി ഫ്രീ ആയി അല്ലേ. അപ്പോൾ ഞാൻ സോളിഡാ വിചാരിക്കുക, അപ്പോൾ എനിക്ക് എന്തില്ല, സ്വന്തമായിട്ട് അനങ്ങാനുള്ള കഴിവുണ്ടാവില്ല. ലൈക്ക് ദിസ് പെൻ അല്ലെ, മോളിക്യൂൾസ് എല്ലാം വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. എന്താണ്, പിന്നെ അട്രാക്ഷൻ വളരെ കൂടുതലാണ്, ഡിസോർഡർനെസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതേസമയം ഒരു ഓക്സിജൻ ഗ്യാസ് നിങ്ങൾ നോക്കുക, നിങ്ങൾ എവിടെ തുറന്നു വിടുന്ന അയാൾ അതിൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞാൽ അവിടെ ഡിസോർഡർനെസ് വളരെ കൂടുതലാണ്. സോ എൻട്രോപ്പി അങ്ങനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ബൈ ഗിവിംഗ് റീസൺ വെദർ എൻട്രോപ്പി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഇൻ ദ ഫോളോയിങ് പ്രോസസ്. എ ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ഇൻ ടു എ സോളിഡ്.
എന്താ നിങ്ങളുടെ അഭിപ്രായം? ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നു. ലിക്വിഡിനെ പറ്റി ആലോചിക്കുക. ഒരു ബക്കറ്റ് വെള്ളം ഞാൻ ഇവിടുന്ന് ഒഴിക്കുകയാണ്, അത് ലിമിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോകില്ല. എന്നാലും അതിന് കുറച്ച് ഡിസോർഡർനെസ് ഉണ്ട് അല്ലെ. മോളിക്യൂൾസ് കുറച്ചുകൂടി വീക്ക്ലി പാക്ഡ് ആണ്, അത്ര ക്ലോസ് അല്ല, കുറച്ച്. പക്ഷെ സോളിഡ് എന്ന് പറയുമ്പോൾ ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഡിസോർഡർനെസ് കുറയുക ചെയ്യണം, എൻട്രോപ്പി കുറയാണ് ചെയ്യണം അല്ലേ. ഇനി അടുത്തത് നോക്കുക. ടെമ്പറേച്ചർ ഓഫ് എ ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് റേസ്ഡ് ഫ്രം 0 Kelvin to 115 Kelvin. ടെമ്പറേച്ചറിന് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ടെമ്പറേച്ചർ കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? എൻട്രോപ്പി കൂടും. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ അപ്പോൾ ലിക്വിഡ് ഗ്യാസ് ആവണേ നിങ്ങൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. ആ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് എന്താ? മോളിക്യൂൾസിന് ഡിസോർഡർനെസ് കൂടും, കാരണം വൈബ്രേഷൻസ് കൂടും അല്ലേ. മോളിക്യൂൾസ് ഈ ക്രിസ്റ്റലൈൻ സോളിഡ് എന്തോ സാധനം ആയിക്കോട്ടെ, ഈ സാധനത്തിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ കൂടും അല്ലെ. ഓസിലേഷൻ ഇങ്ങനെ കൂടി കൂടി അയാൾക്കൊരു ഡിസോർഡർനെസ് വരും. റൈറ്റ് ദി ഇക്വേഷൻ ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻട്രോപ്പി ആൻഡ് ഗിബ്സ് എനർജി. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുമ്പം G is equal to H minus TS ഒരു ഇക്വേഷൻ ആണ് അല്ലേ. അത് നിങ്ങൾ വേറെ രീതിയിൽ ΔG is equal to ΔH minus T ΔS ആണ് ആ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ലൂയിസ് ആസിഡ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന നിങ്ങളുടെ 6ാമത്തെ ചാപ്റ്ററിൽ ആസിഡ് ബേസ് കോൺസെപ്റ്റിൽ അറീനിയസ് കോൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ്, ലൂയിസ് കോൺസെപ്റ്റ് വളരെ വൃത്തിക്ക് പഠിച്ചിരിക്കുക. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ലൂയിസ് ആസിഡ് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണ്ടേ. സപ്പോസ് നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വിശപ്പുള്ള ആളായിരിക്കും എന്ന് പറയുന്നത് പോലെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട് ആണെങ്കിലാണ് എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ നോക്ക് നിങ്ങൾ OH- ഇയാൾ ഒരു ലൂയിസ് ആസിഡ് ആകുമോ? ഇല്ല, കാരണം ഇയാൾക്ക് എക്സ്ട്രാ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്, വിശപ്പില്ല എന്ന് പറയുന്ന പോലെ. അതേസമയം F- ലൂയിസ് ആസിഡ് ആവുമോ? ഇല്ല, F- എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ റിച്ച് ആണ് ആ കോമ്പൗണ്ട്സ് ഒക്കെ. NH3 അതിൽ ഇലക്ട്രോൺ ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ബൈ ഹൈബ്രിഡൈസേഷൻ നൈട്രജൻ ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് ആൻഡ് ഇറ്റ് ഹാവ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലേ. ഒരു ബലൂൺ പോലത്തെ സാധനത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിരുന്നു അല്ലേ. ഒരു നൈട്രജൻ 3 ഹൈഡ്രജൻ പിരമിഡൽ ഷേപ്പിലാണ് അമോണിയ ഇരിക്കുന്നുണ്ടാവുക NH3. അതിൽ അയാൾക്കും ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. വേണമെന്നുണ്ടെങ്കിൽ ഈ ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇയാളും എന്തല്ല? ലൂയിസ് ആസിഡ് അല്ല. ഇനി ഇയാളെ നോക്കുക, BCl3. ഇയാളൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ എക്സ്പാൻഡ് ഒക്ടറ്റ് നമുക്ക് പഠിച്ച സമയത്ത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട് ആണ് BCl3, BF3 ഒക്കെ. ഓക്കെ, വാട്ടർ ബഫർ സൊല്യൂഷൻ, ഗീവ് എക്സാമ്പിൾ. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ സൊല്യൂഷൻ വിച്ച് ക്യാൻ റെസിസ്റ്റ് എ സ്മോൾ ചേഞ്ച് ഇൻ pH അല്ലേ. അതായത് പിന്നെ എന്താ സംഭവിക്കുക? ചില സൊല്യൂഷൻസിൽ എന്താണ് pH ചേഞ്ച് അല്ലെ, ചെറിയ ചേഞ്ച് എന്ത് ചെയ്യും? അത് റെസിസ്റ്റ് ചെയ്യും, വലിയൊരു ഡീവിയേഷൻ ആയിട്ട് അത് കാണിക്കില്ല. അങ്ങനെയുള്ള സൊല്യൂഷനാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയാം. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ബ്ലഡ് പറയാൻ പറ്റും. അതേപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇൻ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം ക്ലോറൈഡ് ഒരു ബഫറായിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ അസറ്റിക് ആസിഡ് ഇൻ സോഡിയം അസറ്റേറ്റ് അത് യൂസ് ചെയ്യാറുണ്ട്. ആസിഡ് ബഫർ, ബേസിക് ബഫർ ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ ജസ്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്? ഇത് ഞാൻ നോക്കാം. CH3COONA അതിൻ്റെ അവസ്ഥ എന്താ? ഏതൊക്കെ ആസിഡും ഏതൊക്കെ ബേസും കൂടി ചേർന്നാണ് ഉണ്ടാവുന്നത്? നിങ്ങൾ 10th പഠിച്ച അല്ലെങ്കിൽ 9th പഠിച്ചൊരു കോൺസെപ്റ്റാണ്. CH3COONA എന്താ കൂടി ചേർന്നാണ് ഉണ്ടാവുന്നത്? CH3COOHും NaOHും കൂടി ചേർന്നാണ് ഉണ്ടാവണം. ശരിയല്ലേ? ഈ Hും ഈ OHും കൂടെ H2 ആയിട്ട് പോകും, ബാക്കി അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ അത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണ് ഇയാളുടെ ഉണ്ടാവും. നിങ്ങൾ ആസിഡ് അയണൈസേഷൻ പഠിച്ചിട്ടുണ്ടാവും. അസറ്റിക് ആസിഡ് ഇസ് എ വീക്ക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് എ സ്ട്രോങ് ബേസ്. അതാണ് ചോദ്യം. അപ്പോൾ ഇതാണ് ആൻസർ വരിക. ബാക്കി ആൾക്കാരൊന്നും അങ്ങനെയല്ല. NH4Cl എങ്ങനെ ഉണ്ടായത്? NH4OHും HClഉം കൂടി ചേർന്നപ്പോഴാണ് NH4Cl ഉണ്ടായത്. ഈ OHും ഈ Hും കൂടി വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്തു. NH4Cl വീക്ക് ബേസും സ്ട്രോങ് ആസിഡും. അപ്പോൾ അതുമല്ല. ഇനി CH3COONH4, CH3COOHും NH4OHും കൂടി ചേർന്നപ്പോഴാണ് CH3COONH4 ഉണ്ടായത്. ഈ Hും ഈ OHും കൂടി പോയി, ബാക്കി CH3COONH4. ഇത് വീക്ക് ആസിഡ്, വീക്ക് ബേസ്. ഫൈനലി NH4 ട്വൈസ് SO4 എങ്ങനെ ഉണ്ടാവുക? അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OHും H2SO4ഉം കൂടി ചേരുമ്പോഴാണ് അത് ഉണ്ടാവുക. വീക്ക് ബേസ് സ്ട്രോങ് ആസിഡ് അല്ലേ. H2SO4 സ്ട്രോങ് ആസിഡ് ആണ്. ഇയാൾ രണ്ടോടെ കൂടി ചേരുമ്പോഴാണ് NH4 ട്വൈസ് SO4 ഉണ്ടാവുക. നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ പഠിക്കേണ്ടതാണ്. ആൻസർ ഏതാണ് അപ്പോൾ? CH3COONA വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. ക്ലിയർ?
അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. ഓക്കെ, അടുത്ത് നിങ്ങളെ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ചാപ്റ്റർ എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ് ടു ദ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഹാലജൻ ഉണ്ട് തിരിച്ചറിഞ്ഞാൽ പോരാ, അതിന് നമ്മൾ ക്വാളിറ്റേറ്റീവ് എസ്റ്റിമേഷൻ എന്ന് പറയാം. എന്താണ്? ജസ്റ്റ് ഹാലജൻ ഉണ്ട്, ഓക്കെ, സം ക്ലോറിൻ ഈസ് ദേർ, അല്ലെ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ സയൻസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ക്വാളിറ്റേറ്റീവ് അനാലിസിസാണ്. സംഭവം ഉണ്ട്, സം കളർ ഈസ് ദെയർ, സം പ്രിസിപ്പിറ്റേറ്റ് ഈസ് ദെയർ. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ക്ലോറിൻ നമ്മളെ കയ്യിലുണ്ട്, ഹൗ മച്ച് മോൾസ് ഓഫ് ക്ലോറിൻ യു ഹാവ്, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. എമൗണ്ട്, ക്വാണ്ടിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഏത് മെത്തേഡാണ്? കാരിയസ് മെത്തേഡ് അല്ലേ, ഡ്യൂമസ് മെത്തേഡ് അല്ല. ഡ്യൂമസ് മെത്തേഡ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നൈട്രജൻ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ ആണ് ഡ്യൂമസ് മെത്തേഡ്. ജൽദാൽസ് മെത്തേഡും അല്ലെ. സയൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതെന്തല്ല, ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവ് ആണ്. നിങ്ങളോട് പ്രത്യേകം എടുത്തു ചോദിച്ചിട്ടുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഇൻ ദ ഫോളോയിങ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇവിടെ നിങ്ങൾ ഓരോ ടെക്നിക്കും നിങ്ങൾ വരയ്ക്കുക ഒന്നും വേണ്ട, സിംപ്ലി പറയാൻ പറ്റും. സബ്ലിമേഷൻ, എന്താ സബ്ലിമേഷൻ എന്നുള്ളത് പറയാം. അതായത് ഒരു സോളിഡ് കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നോർമലി അത് ലിക്വിഡ് ആവുകയാണ് ചെയ്യുക, അത്ര നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഈ സോളിഡ് കോമ്പൗണ്ട് ഡയറക്ട്ലി ഗ്യാസ് ആയിട്ട് പോവുക. അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് അതിന് നമ്മൾ വോളറ്റൈലിനോ അല്ലെങ്കിൽ സബ്ലൈമബിൾ കോമ്പൗണ്ട്സ് ആണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് യൂസ് ചെയ്യുള്ളൂ. സബ്ലൈമബിൾ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് പോകണം. ഓക്കെ, ലിക്വിഡ് എന്നുള്ള ഫേസിലോട്ട് പോവാതെ സോളിഡ് ടു ഗ്യാസ് ആ ഒരു ഫോർമാറ്റിലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ മെത്തേഡ് ചൂസ് ചെയ്യൂ. എന്താണ്? പ്രിൻസിപ്പിൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങളോട് അതിൻ്റെ പ്രൊസീജിയർ ഒന്നും ചോദിച്ചിട്ടില്ല. 1 മാർക്കേ ഉള്ളൂ, അപ്പോൾ അതിന് കണക്കാക്കി എഴുതിയാൽ മതി. ക്രിസ്റ്റലൈസേഷൻ, ഓക്കെ, ഡിഫറൻസ് ഇൻ ദ സോല്യൂബിലിറ്റി, അതായത് 2 സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് സോല്യൂബിലിറ്റി ഡിഫറൻ്റ് ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. ഇപ്പം മിക്സ്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു സാധനം ഇപ്പോൾ ഏതെങ്കിലും ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ആവും എന്ന് വിചാരിക്കുക. സപ്പോസ് യൂറിയയും ഫീനോളും, വെറുതെ ഒരു എക്സാമ്പിൾ, യൂറിയയും ഫീനോളും നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തു. യൂറിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും, ഓക്കെ, ഫിനോൾ പോട്ടെ, അനിലിൻ ആവട്ടെ. യൂറിയ വാട്ടറിൽ ഡിസോൾവ് ആവും, അനിലിൻ വാട്ടറിൽ ഡിസോൾവ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ, അപ്പോൾ അതായത് ഡിഫറൻസ് ഇൻ ദ സോല്യൂബിലിറ്റി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുക, ക്രിസ്റ്റലൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അതൊന്ന് വായിക്കണേ, പക്ഷെ ഇത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. സ്റ്റിൽ അതൊന്ന് നിങ്ങൾ വായിച്ചു വെക്കുക. ഇനി ഡിസ്റ്റിലേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ദർ ആർ സം ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ഡിസ്റ്റിലേഷൻ മെത്തേഡുകൾ മെറ്റലർജിയിലും പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്ര ഡീറ്റെയിൽ നമുക്ക് വേണ്ട. ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ 2 ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് മിക്സ്ചർ ഉണ്ടെങ്കിൽ ഒന്നിൻ്റെ ബോയിലിംഗ് പോയിന്റ് മറ്റേൻ്റെ ആയിട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ സമയത്താണ് ഡിസ്റ്റിലേഷൻ. തന്നെ പല രീതിയിലുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലേ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉണ്ട്, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഡീറ്റെയിൽ വേണമെന്നില്ല. സ്റ്റിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വേണമെന്ന് മെൻഷൻ ചെയ്യാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസ്റ്റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം. ഞാനൊരു ഹിൻറ്റ് തന്നേ പോകുന്നുള്ളൂ, ഒന്ന് നിങ്ങൾ നോക്കിയേക്കണം, നോട്ട്സിലുണ്ട് എന്നാൽ പോലും. അടുത്തത് ഓർഗാനിക് ആണ്. Propene react with HBr to form a mixture of 2 products. Identify and write the major and minor products. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ഈ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും നമ്മൾ ഒന്നുകൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. പ്രൊപ്പീൻ ഡബിൾ ബോണ്ട് CH2, ഇതിലേക്ക് HBr ആഡ് ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ പെറോക്സൈഡ്, ബെൻസൈൽ പെറോക്സൈഡ് എന്നൊക്കെ പറയുന്നുണ്ടോ എന്നുള്ളത്, അല്ലെ ഗരാഷ് എഫക്റ്റ് എന്ന് പറയുന്നുണ്ടോ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ മാത്രമേ മാർക്കോണിക്കോഫ് റൂൾ നമ്മൾ അവിടെ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യുക, അപ്പോൾ അവിടെ സപ്പോസ് പെറോക്സൈഡ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആൻറ്റി മാർക്കോണിക്കോ റൂളാണ് അപ്ലൈ ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ മാർക്കോണിക്കോ റൂൾ വെച്ചിട്ട് മേജർ പ്രൊഡക്റ്റ് എന്താണ്? മേജർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2nd പൊസിഷനിലേക്ക് ബ്രോമീൻ പോകണം. ഇവിടെ ബ്രോമീൻ, ഇവിടെ ഹൈഡ്രജൻ, അല്ലെ CH2 ആയിരുന്നു, ഒരു ഹൈഡ്രജൻ. ഇതാണ് നമ്മളെ മേജർ പ്രൊഡക്റ്റ്. മൈനർ പ്രൊഡക്റ്റ് എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ CH2 Br. ഏതാണ് മേജറായിട്ട് ഉണ്ടാവുക? ഇതാണ് നമ്മളെ മേജർ പ്രൊഡക്റ്റ്, ഇതാണ് നമ്മുടെ മൈനർ പ്രൊഡക്റ്റ്. ഫസ്റ്റ് വൺ ഈസ് മേജർ, സെക്കൻഡ് വൺ ഈസ് മൈനർ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ പ്രൊഡക്റ്റ്. സപ്പോസ് ഇവിടെ നമ്മൾ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നമ്മളെ ക്വസ്റ്റ്യനിലില്ല, ഇതായിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുക ആൻറ്റി മാർക്കോണിക്കോ റൂളാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കേസ് നമുക്കില്ല. ഇവിടെ എന്തില്ല, പെറോക്സൈഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേജർ പ്രൊഡക്റ്റ് മാറും. ഓക്കെ, അത് ഓർത്ത് വെക്കണേ. ചിലപ്പോൾ ആൻറ്റി മാർക്കോണിക്കോ വെച്ചിട്ട് എനിക്ക് പ്രാവശ്യം ചോദിക്കാം, ആ ഒരു കാര്യം ഓർത്തു. ഇനി
ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ മേജർ ആൻഡ് മൈനർ പ്രൊഡക്റ്റ് ഇൻ ദ മിക്സ്ചർ. എഴുതി, അത് മതി. റൂൾ പ്രത്യേകം പറഞ്ഞിട്ടില്ല, സ്റ്റിൽ 2 മാർക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. എന്താണ് ദ റിയാക്ഷൻ ഫോളോസ് അണ്ടർ മാർക്കോണിക്കോഫ് റൂൾ ഓഫ് അഡീഷൻ. റൂൾ പറയാൻ പറഞ്ഞിട്ടില്ല അല്ലേ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ. ഇതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ ഇക്വേഷൻ്റെ പേരെന്താ? ഐ മീൻ ഈ റിയാക്ഷൻ, നെയിം റിയാക്ഷൻ പ്രത്യേകം എഴുതി സൂക്ഷിച്ചോളാം. ഈ റിയാക്ഷൻ്റെ പേര് ബെൻസീൻ ഉണ്ട്, CH3Cl ഉണ്ട്, റിയേജന്റ് ഓർത്ത് വെക്കുക അൺഹൈഡ്രസ് AlCl3 ആണ്. ഈ റിയാക്ഷൻ്റെ പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ്. ഈ കാറ്റഗറിയിൽ ഒരു ടൈപ്പ് റിയാക്ഷനും കൂടി ഉണ്ട്. ഏതാണ്? ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. CH3COCl ആണ്. എന്താ ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാവുക? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബെൻസീൻ അല്ലേ, ബെൻസീനിൽ CH3 ടൊളുവിൻ അല്ലേ, മീഥൈൽ ബെൻസീൻ ആണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, എങ്ങനെയാണ് വരുന്നത്? CH3Cl CH3 ആണ് അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ പിന്നെ അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അവിടെ പഠിക്കണം. ഇവിടെ എന്താ? ഇവിടെ ഒരുപാട് ആലോചിക്കാനുള്ള ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ബെൻസീൻ റിങ്ങിലേക്ക് നമ്മൾ 3 H2 മോളിക്യൂൾ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. അവിടെ കൺഫ്യൂഷൻ ആവരുത്, നിക്കൽ കാറ്റലിസ്റ്റ് ആണ്, ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് ഈ അൺസാച്ചുറേഷൻ ഒക്കെ പോയിട്ട് ബെൻസീൻ റിങ് വെറും സൈക്ലോഹെക്സൈൻ റിംഗ് ആയിട്ട് മാറും. ഈ അൺസാച്ചുറേഷൻ ഒക്കെ ഹൈഡ്രജൻ വെച്ചിട്ട് എന്ത് ചെയ്യും? സാച്ചുറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതൊരു സൈക്ലോഹെക്സൈൻ റിംഗ് ആയിട്ട് മാറും. ഓക്കെ, അടുത്തത് റൈറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ മെയ്ഡ് ബൈ റുദർഫോർഡ് ഇൻ ഹിസ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഞാൻ എടുത്ത ക്ലാസ്സുകൾക്ക് അറിയാം, ഞാൻ സ്ഥിരമായിട്ട് പറയണതാണ് റുദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ് അല്ലെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പഠിച്ചിട്ട് നിങ്ങൾ പോകാവുള്ളൂ. അപ്പം ഒബ്സർവേഷൻ ചോദിച്ചു. ഒബ്സർവേഷൻ എന്താ? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ അൺഡിഫ്ലക്റ്റഡ്. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾ അധികം എന്ത് ചെയ്തില്ല? ഡിഫ്ലക്ട് ചെയ്തില്ല. സം ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ഇൻ എ സ്മോൾ ആംഗിൾ. പിന്നെ എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ. എന്നിട്ട് എഴുതാ 1 in 20,000 എന്താ സംഭവിച്ചത്? ബൗൺസ്ഡ് ബാക്ക്. ഓക്കെ, ആ 3 ഒബ്സർവേഷൻ. ഓക്കെ, അപ്പം 2 മാർക്കേ ഉള്ളൂ. 2 ശരിയായി തന്നെ മാർക്ക് കിട്ടുന്നുണ്ടാവും. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം? അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ആളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം എഴുതാം അല്ലേ. എന്താണ് ഹോൾ പോസിറ്റീവ് ചാർജ് ഓഫ് എൻ ആറ്റം ആൻഡ് ദ ഓൾമോസ്റ്റ് മാസ് ഓഫ് എൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് എന്ന് എഴുതാം. പിന്നെ വോളിയം ഓഫ് എ ന്യൂക്ലിയസ് ഇസ് നഗ്ലിജിബിൾ ഇഫ് യു ആർ കൺസിഡറിങ് ദ ഹോൾ ആറ്റം. ആറ്റത്തിൻ്റെ വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ വോളിയം വളരെ ചെറുതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡലിലുള്ള പോസ്റ്റുലേറ്റ്സ്. കൺക്ലൂഷൻ അല്ല കേട്ടോ അവിടെ എഴുതേണ്ടത്. പോസ്റ്റുലേറ്റ്സ് ചോദിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആറ്റം ഈസ് എംപ്റ്റി അതല്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ 2-3 പോയിന്റ്സ് പറയുന്നുണ്ട്. അതാണ് ശരിക്കും മോഡൽ എന്ന് പറഞ്ഞാൽ. അത് 3 നമ്മളെ നോട്ടിൽ 3 പോയിന്റ് അങ്ങനെ 9 പോയിന്റ് ഡിഫറൻ്റ് ആയിട്ട് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. സ്റ്റേറ്റ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്താണ് ഹെയ്സൻബർഗ്സിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമൈൻ ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൂവിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ഓക്കെ, സൈമിൾട്ടേനിയസ്ലി. ആ പോയിന്റ് പറയണേ സൈമിൾട്ടേനിയസ്ലി. അതായത് ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പൊസിഷനും മൊമെന്റും നിങ്ങൾക്ക് ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗീവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി h/4π. ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം, വേർ h ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അടുത്തത് വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് ദ ബോൾ ഓഫ് മാസ് 0.1 കിലോഗ്രാം മൂവിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. എച്ചിന്റെ വാല്യൂ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട്. അത് തരണം എന്നില്ല നിങ്ങൾക്ക്, കാരണം ഓൾറെഡി നിങ്ങൾ അത് പ്രോബ്ലം ചെയ്ത് സെറ്റ് ആക്കേണ്ട ഒരു വാല്യൂ ആണ്. മനസ്സിലായോ? ഓക്കെ, ഇത് ഏത് ഭാഗത്ത് നിന്ന് ആ പ്രോബ്ലം വന്ന? ഡി ബ്രോഗ്ലി ഇക്വേഷൻ. എന്താ ഡി ബ്രോഗ്ലി ഇക്വേഷൻ? എന്താ പറയുന്നത്? ലാംഡ ഇസ് ഈക്വൽ ടു h/mv ഓർ h/p. അപ്പോൾ വേവ് ലെങ്ത് ആണ് ചോദിച്ചത്. എച്ചിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് അല്ലേ, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ആ ബോൾ അല്ലേ, ഒരു ബോളിൻ്റെ കാര്യമല്ലേ പറഞ്ഞു, 0.1 കിലോഗ്രാം ഇൻറ്റു 10 മീറ്റർ പെർ സെക്കൻഡ്. ഈ കിലോഗ്രാമിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. 0.1 ഇൻറ്റു 10 എത്ര ചെയ്ത് നോക്കുക? ഓക്കെ, അത് 1 വരും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ? ഇതിൻ്റെ ലാംഡ കാൽക്കുലേറ്റ് ചെയ്യുക. വെലോസിറ്റി തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 2 മാർക്കിന് വിത്ത് ഇക്വേഷൻ എന്തായാലും ഒരു ആൻസർ കിട്ടുന്നുണ്ടാവും. വിത്ത് ഇക്വേഷൻ നിങ്ങൾ അത് എന്ത് ചെയ്യണം?
ഒരു മീറ്റർ ഇൻവേഴ്സിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എടുക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടല്ലേ നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മീറ്റർ ഇൻവേഴ്സിലാണ് അവിടെ ആൻസർ കിട്ടുക. സോറി, മീറ്ററിലാണ് ആൻസർ കിട്ടുക. വേവ് ലെങ്ത് ആണ് മീറ്ററിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, വേവ് ലെങ്ത് അല്ലേ, വേവ് നമ്പർ അല്ലല്ലോ, മീറ്ററിലാണ് ആൻസർ കിട്ടുക. അപ്പോൾ അതൊന്ന് നോക്കുക. അടുത്തത്, a molecule of the type AB2E2 has 2 bond pairs of electrons and 2 lone pairs of electrons. The most stable structure of this molecule. ഒരു മോളിക്യൂൾ ഉണ്ട്, ആ മോളിക്യൂളിൻ്റെ ടൈപ്പ് AB2E2 ആണ്. അതെന്താണ് ആ സാധനം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എ എന്ന് പറഞ്ഞാൽ ഒരാറ്റം, ബി എന്ന് പറഞ്ഞാൽ വേറൊരു ആറ്റം. അപ്പോൾ AB2 എന്ന് പറഞ്ഞാൽ ഒരു എയും 2 ബിയും. E2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയേഴ്സ് ആണ്. ഓക്കെ, സപ്പോസ് എ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ആറ്റം വിചാരിക്കുക. നോർമലി ഇങ്ങനെയാണ് വരേണ്ടത്, ഷേപ്പ് ഇങ്ങനെയാണ് വരേണ്ടത്, ടെട്രാഹീഡ്രൽ ആണ് വരേണ്ടത്. ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞിട്ടില്ല സ്റ്റേബിൾ സ്ട്രക്ചറാണ് ചോദിച്ചത്, ടെട്രാഹീഡ്രലാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും 2 ബോണ്ട് പെയർ ഉണ്ട് അല്ലേ. 1 ബോണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് 1 പെയർ അല്ലേ, ഒരു പെയർ ഇലക്ട്രോൺ ആണ് ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലോൺ പെയർ റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കും, ശരിയല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പം ഇവിടെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് ഇവർക്ക് എങ്ങനെ നിൽക്കാം? ഈ ശരിക്കും അപ്പം ഇയാളും ഇല്ല കേട്ടോ, ഇയാളും ഇല്ല. ഓക്കെ, അപ്പം ഇയാളില്ല ഇയാളും ഇല്ല. അപ്പം എന്താ സംഭവിക്കുക? ഈ എ ഇതാ ഇങ്ങനെയാണ് നിൽക്കുക, ബി അല്ലേ, 2 ലോൺ പെയർ. അപ്പം ഇത് ഏതാണ് ഷേപ്പ്? ടെട്രാഹീഡ്രൽ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്, പക്ഷെ അവിടേക്ക് എത്തിയിട്ടില്ല. സ്ക്വയർ പ്ലനാർ ആണോ? അല്ല. സ്ക്വയർ പിരമിഡൽ ആണോ? അല്ല. പിന്നെ ഏതാണ്? ബെൻഡ് ഷേപ്പാണ്. വാട്ടർ ആണ് ഇതിന് എക്സാമ്പിൾ. റൈറ്റ് ദ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR തിയറി. എത്ര മാർക്ക്? 3 മാർക്ക് ആകുമ്പോൾ നിങ്ങൾ 3 പോയിന്റ് എഴുതണം. അപ്പം ദ ഷേപ്പ് ഓഫ്, അപ്പം എന്തൊക്കെയാ പോസ്റ്റുലേറ്റ്സ്? ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ വിൽ ഡിപ്പെൻഡ് ദ ബോണ്ട് പെയേഴ്സ് ആൻഡ് ലോൺ പെയേഴ്സ് ഓഫ് ദ അറൗണ്ട് സെൻട്രൽ ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക, ജോമെട്രി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു ഐ തിങ്ക് ഒരു 5 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ 3 പോയിന്റ്സ്, ഏതെങ്കിലും ഒരു 3 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അത് എഴുതണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. VSEPR തിയറി, അതേപോലെ VBT MOT. VBT പറഞ്ഞാൽ വാലൻസ് ബോണ്ട് തിയറി, MOT മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അപ്പോൾ ആ തിയറികൾ അതിൽ തന്നെ VSEPR തിയറിയാണ് റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ളത് കേട്ടോ, പോസ്റ്റുലേറ്റ്സ്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ റൈറ്റ് ദ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് O2 മോളിക്യൂൾ. ഞാൻ F2 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, N2 ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. ഇനി O2 മോളിക്യൂളിലേക്കാണ് വരുന്നത്. O2 മോളിക്യൂൾ ശ്രദ്ധിച്ചോ. കോൺഫിഗറേഷൻ എങ്ങനെ വരും? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ഇനി അടുത്ത എന്താ വരിക? ഓക്കെ, അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമല്ലേ, നേരത്തെ പറഞ്ഞോ, ഞാൻ ഒന്നുകൂടെ ഒന്ന്. ഓക്കെ, ഒരു മിനിറ്റ്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇവിടെ സിഗ്മ 2s കഴിഞ്ഞ് പിന്നെ ഏതാ നമ്മൾ എഴുതിയത്? പൈ 2px2 ആണ് എഴുതിയത്. പക്ഷേ സ്റ്റിൽ ഇവിടെ നമ്മൾ ഏതാ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പൈ 2px ആണ് അവിടെ എഴുതിയത്. നമ്മൾ ഇവിടെ എഴുതുക പൈ സിഗ്മ 2pz2 ആണ് ആദ്യം എഴുതുക. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരിക പൈ 2px2 പൈ 2py2. ഓക്കെ, 2 4 6 8 10ഉം 4ഉം 14. 16 ഇലക്ട്രോൺ വേണ്ട. 8 + 8 O2 എന്ന് പറയുമ്പം 8 + 8 16 ഇലക്ട്രോൺസ് ആണ് എക്സ്പെക്ട് ചെയ്യണേ. അപ്പം എന്ത് ഇനി അടുത്തത് ഏതാ? പൈ സ്റ്റാർ 2px 1ഉം പൈ സ്റ്റാർ 2py 1ഉം. ഓക്കെ, അങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? അക്കൗണ്ട് ഫോർ ഇറ്റ്സ് മാഗ്നറ്റിക് ക്യാരക്ടർ. മാഗ്നറ്റിക് ക്യാരക്ടർ എങ്ങനെയാ? അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലേ, സിംഗിൾ ആയിട്ട് ഒക്യുപ്പൈ ചെയ്യുന്നില്ലേ, അപ്പോൾ പാരാമാഗ്നറ്റിക്, മറ്റേത് ഡയാമാഗ്നറ്റിക്. കാൽക്കുലേറ്റ് ദ ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ½ ഇൻറ്റു ബോണ്ടിങ് നമ്പർ ഓഫ് ഇലക്ട്രോൺ മൈനസ് ആൻറ്റി ബോണ്ടിങ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇത് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാൻ നോക്കുക. എങ്ങനെയാ അറിയോ? ഇത് നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടണം. ബോണ്ടിങ് 2 4 6 8 10. ആൻറ്റി ബോണ്ടിങ് 2 4 5 6.
ആൻസർ എന്ത് വരും? 10 6 പോയാൽ 4, 4ന്റെ പകുതി 2. അപ്പോൾ ഓക്സിജൻ അല്ലേ, 2 ഓക്സിജൻ ആറ്റത്തിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ് എന്ത് ബോണ്ടാണ്? ഡബിൾ ബോണ്ടാണ്. 2 ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ് എന്ത് ബോണ്ടായിരുന്നു? സിംഗിൾ ബോണ്ടായിരുന്നു. 2 നൈട്രജൻ ആറ്റത്തിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ്ങോ? ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ 3 ഓർബിറ്റൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ് മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷനും. അപ്പോൾ അത് വൃത്തിക്ക് ഇരുന്ന് പഠിക്കുക, 2 ഡിഫറൻസ് മനസ്സിലാക്കുക. 14 ഇലക്ട്രോൺസിൻ്റെ സിസ്റ്റം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മെത്തേഡാണ് ചൂസ് ചെയ്യുക. അടുത്തത് സ്റ്റേറ്റ് ലേഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ. നിങ്ങൾ ഇപ്പം 10th പഠിച്ചിട്ടുണ്ടാവാം അല്ലെ +1 പഠിക്കേണ്ട എന്താണ്? വെൻ ദ കോൺസെൻട്രേഷൻ പ്രഷർ ഓർ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് ചേഞ്ച് ചെയ്ത് എന്ത് സംഭവിക്കും? ദ സിസ്റ്റം വിൽ റീ അഡ്ജസ്റ്റ് to nullify അല്ലേ, to cancel the effect of that change and attain a new state of equilibrium. നിങ്ങളേതായ ഡെഫിനിഷൻ എഴുതാം, ഒരുപാട് ചേഞ്ച് വരുത്തരുത്. ഇവിടെ റൈറ്റ് ദ എഫക്റ്റ് ഓഫ് ദി ഫോളോയിങ് ചേഞ്ചസ് ഇൻ ദ ഇക്വിലിബ്രിയം പ്രോസസ്. നിങ്ങൾ പഠിക്കുന്ന സാധനമാണ്. നൈട്രജൻ ഹൈഡ്രജൻ റിയാക്ട് ചെയ്തിട്ട് അമോണിയ ഉണ്ടാവുന്നു, ΔH നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ΔH നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ. നമ്മൾ പ്രഷർ കൂട്ടുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇഫ് വി ആർ ഇൻക്രീസിങ് പ്രഷർ ദ സിസ്റ്റം വിൽ ട്രൈ ടു റെഡ്യൂസ് ഇറ്റ്. സിസ്റ്റം എന്ത് ചെയ്യും? അത് കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയ്ക്കുന്നത് ഏത് ഡയറക്ഷനിൽ നടക്കുമ്പോഴാണ്? ഇവിടെ 4 മോള് റിയാക്റ്റൻ്റ് ഉണ്ട്, ഇവിടെ 2 മോളേ ഉള്ളൂ. അപ്പം ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രഷർ കുറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ചേഞ്ചസ് എഴുതാൻ പറഞ്ഞാൽ അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം വിൽ ട്രൈ ടു റെഡ്യൂസ് ഇറ്റ്. പ്രഷർ കുറയണമെങ്കിൽ ഈ ഡയറക്ഷൻ നടക്കണം. കാരണം ഇവിടെ ഒരു N2 3H2 കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടേക്കണേ, എന്നാലേ അവിടെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ പറയുന്നുണ്ട്. അടുത്ത ഇൻക്രീസിങ് പ്രഷർ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയ്ക്കണം. സോ ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക്, നെഗറ്റീവ് ചാർജ് ΔH. ഓക്കെ, അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് റിയാക്ഷനാ? എൻഡോതെർമിക്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയണമെങ്കിൽ എൻഡോതെർമിക് നടക്കണം. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ, ബാക്ക്വേർഡ് ഡയറക്ഷനാണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടണം. അടുത്തത് റിമൂവൽ ഓഫ് NH3 ഫ്രം ദ റിയാക്ഷൻ വെസൽ. ഇത് കോൺസെൻട്രേഷൻ റിലേറ്റഡ് ആണ്. നമ്മൾ NH3 ഇവിടെ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ വിചാരിക്കാം. നമ്മൾ ഇങ്ങനെ NH3 റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? എവിടെയാണോ കൂടുതൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള റിയാക്ഷൻ നടക്കണം. അപ്പോൾ NH3 റിമൂവ് ചെയ്യുമ്പം ഇവിടെ ഒരു അൺബാലൻസ് ഉണ്ടാവും, ഇവിടെ ഒരുപാട് ഇവിടെ കുറവുമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടണം. ഇതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ 3 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് അതേപോലെ ലേഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ 1 മാർക്ക്, 4 മാർക്ക് നിങ്ങൾ പോലും അറിയാണ്ടേക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, വളരെ സിമ്പിൾ. നമ്മൾ എഴുതി അങ്ങോട്ട് തഴങ്ങിപ്പോവും അത്. ഡിഫൈൻ ദ ടേം pH. pH എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലുള്ള ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷനാണ് നമ്മൾ pH എന്ന് പറയാം. സോ pH ഇസ് ഈക്വൽ ടു pH is equal to minus logarithm of concentration of hydronium ion. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി the concentration of H+ ion hydronium ion in a soft drink is 3 × 10⁻⁻12. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ കാൽക്കുലേറ്റ് pH, ഐഡൻറ്റിഫൈ വെദർ ദ സൊല്യൂഷൻ ഈസ് അസിഡിക് ഓർ ബേസിക്. അപ്പോൾ എന്ത് ചെയ്യണം? pH കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കുണ്ട് മൈനസ് ലോഗരിതം ഓഫ് 3 × 10⁻². ഒന്നും ആലോചിക്കാനല്ല, ജസ്റ്റ് ഒന്ന് ലോഗരിതം നിങ്ങളെ കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്താൽ മതി. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അറിയണം. നെഗറ്റീവ് അടിക്കുക, ലോഗിടുക, ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ നമ്പർ കൊടുക്കുക. അപ്പം നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ആ കിട്ടുന്ന വാല്യൂ 7ന്റെ താഴെയാണെങ്കിൽ, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. 7ന്റെ താഴെയാണെങ്കിൽ അതൊരു അസിഡിക് ക്യാരക്ടർ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാതെ pHൻ്റെ. 7ന്റെ മുകളിലാണെങ്കിലോ ബേസിക് ക്യാരക്ടറുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, എക്സ്പ്ലെയിൻ എ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ പ്രസന്റ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ബൈ ലെസൈൻസ് ടെസ്റ്റ്. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം എഴുതിയിട്ട് പറയാം, അല്ലെങ്കിൽ ഈ കഥ മാത്രം പറയാം. കാര്യം നടക്കണം ഞാൻ പറഞ്ഞുതരാം. ലെസൈൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുക സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയിട്ടാണ്. നമ്മൾ +2 ചെയ്യുന്നില്ല, ഡിഗ്രിക്കൊക്കെ നമ്മൾ ചെയ്യും. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ആ ഒരു വേർഡ് നിങ്ങൾ എഴുതുമ്പോൾ വരണേ. ഒന്നുമില്ല, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ സോഡിയം മെറ്റൽ എടുക്കുന്നു, അതിനെ നമ്മൾ മെൽറ്റ് ചെയ്യിക്കുന്നു, അതിലേക്ക് വാട്ടർ ഒഴിക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ CN- ഉണ്ടാവും. ഈ CN- നമ്മൾ ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യും. ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യും. അപ്പോൾ അവിടെ ഫെറസ് സയനൈഡ് ഉണ്ടാവും 6.
ആ ഒരു ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ശരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫെറസ് സയനൈഡിലേക്ക് ചിലപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുന്നുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഫെറസ് സയനൈഡിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അസിഡിഫൈ ചെയ്യുന്നതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയട്ടെ. സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് അസിഡിഫൈ ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന കളറാണ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു കഥ നിങ്ങൾ എഴുതണേ, ആ ഒരു മെയിൻ കാര്യം എഴുതണം, കാര്യങ്ങളും കഥകളൊക്കെ എഴുതണം. അപ്പോൾ ഉണ്ടാവുന്ന കളർ പ്രഷ്യൻ ബ്ലൂ കളർ. പ്രഷ്യൻ ബ്ലൂ കളർ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഫെറിക് ഫെറോസയനൈഡ്. ഫെറിക്, ഈ വേർഡ്സ് ഇതൊക്കെ കീ വേർഡ്സ് ആണ്. നിങ്ങളെ ആൻസറിൽ ഉണ്ടാവേണ്ട കുറച്ച് വേർഡുകളാണ് ഞാൻ അവിടെ എഴുതിയത്. ഒന്ന് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്, പിന്നെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നല്ലത്. ഉണ്ടാവുന്ന കളർ ഫൈനലി നമുക്ക് എന്ത് ചെയ്യാണ്, അസിഡിഫൈ ചെയ്ത് ഉണ്ടാകുന്ന കളർ പ്രഷ്യൻ ബ്ലൂ കളർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഫെറിക് ഫെറോസയനൈഡ്. Fe4 സംതിങ് അല്ല ഉള്ളിലും Fe, അതായത് ആ കോർഡിനേഷൻ എൻറ്റിറ്റിൻ്റെ പുറമേയും ഉള്ളിലും Fe വരുന്ന ഒരു കോമ്പൗണ്ടാണ് ഫെറിക് ഫെറോസയനൈഡ്. വിത്ത് ബാലൻസ്ഡ് ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ് പ്രഷ്യൻ ബ്ലൂ കളറാണ് ഇലസൈൻ ടെസ്റ്റിൽ നമ്മൾ നൈട്രജൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ, വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് വെൻ വാട്ടർ ഈസ് ആഡഡ് ടു കാൽഷ്യം കാർബണേറ്റ്? ഏത് ചാപ്റ്ററിൽ വന്നാൽ നിങ്ങൾക്ക് പറയാമോ? ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിൽ കാൽഷ്യം കാർബൈഡിലേക്ക് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യുന്നു. എന്താ ഫോം ചെയ്യുക? ഫോം ചെയ്യുന്ന സാധനം ഇതാ C2H2. ഓക്കെ, പ്ലസ് CO. ഓക്കെ, C2H2 എന്ന് പറഞ്ഞാൽ അതാ ഇയാൾ C ട്രിപ്പിൾ ബോണ്ട് CH ഉണ്ടാവുന്ന സാധനം എന്താ? നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഈഥൈൻ എന്ന് എഴുതാം, അല്ലെ അസറ്റിലീൻ എന്ന് എഴുതാം. രണ്ടും കറക്റ്റ് ആണ്, രണ്ടും ഒരേ വാക്കാണ്. അടുത്തത് വാട്ട് ആർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? അതെന്താ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലേ, ഓർഗാനിക്കിൽ ഒരുപാട് ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്, അഡീഷൻ റിയാക്ഷൻ ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പം അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ എൻറ്റിറ്റി ബൈ ആൻ ഇലക്ട്രോഫൈൽ, ഇറ്റ്സ് കോൾഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇപ്പം ബെൻസീനിലാണെങ്കിൽ അതിലുള്ള ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടെയൊക്കെ നമ്മളൊരു ഇലക്ട്രോഫൈലിനെ ആഡ് ചെയ്യുകയാണ്. എക്സ്പ്ലെയിൻ എനി വൺ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസീൻ വിത്ത് നെസസറി കെമിക്കൽ ഇക്വേഷൻ. അപ്പം അതിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നോർമലി ഏതൊക്കെയാണ് നമ്മളെ ബെൻസീൻ റിംഗ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് നമ്മളെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? നൈട്രേഷൻ പറയാൻ പറ്റും. നൈട്രേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ HNO3 പ്ലസ് H2SO4. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? നൈട്രേറ്റിംഗ് മിക്സ്ചർ. 323 കെൽവിനിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൈട്രേഷൻ ചെയ്യാൻ പറ്റും. എന്താ പ്രൊഡക്റ്റ് കിട്ടുക? നേരെ എഴുതിക്കോട്ടോ ഈ സാധനം, പ്രൊഡക്റ്റ് ഒക്കെ നേരെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നൈട്രോ ബെൻസീൻ കിട്ടും. ഇവിടെ ആരാണ് ഇലക്ട്രോഫൈൽ? NO2 പ്ലസ് അല്ലേ, ഇലക്ട്രോഫൈൽ ഒരു പ്ലസ് ചാർജ് ആയിരിക്കും. NO2 പ്ലസ് ആണ് നമ്മുടെ ഇലക്ട്രോഫൈൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫിഡൽ ക്രാഫ്റ്റ് എസൈലേഷനോ ആൽക്കൈലേഷനോ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൾഫോണേഷൻ എഴുതാൻ പറ്റും. സൾഫോണേഷൻ എങ്ങനെയാ ചെയ്യുക? ഇതേപോലെ സൾഫോണേഷൻ ചെയ്യുക, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ടാണ് ചെയ്യുക. H2SO4 ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് ചെയ്യുന്നു. എന്താ കിട്ടുക? SO3H. NO2 പകരം SO3H. ഇതിൻ്റെ മെക്കാനിസം ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് നിങ്ങൾ ഈ എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി. SO3H. ചില കുട്ടികൾ ചോദിക്കും ഇവിടെ NO2 കൊടുത്താലും ഇവിടെ NO2 കൊടുത്താലും ഒക്കെ കണക്കല്ലേ? കണക്കാണ്. നിങ്ങളെ എല്ലാ ബെൻസീൻ്റെ എല്ലാ പൊസിഷനും നിങ്ങൾക്ക് എന്താണ്? ഇക്വലൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. അതേപോലെ ഇവിടെ ഓക്കെ SO3H ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അല്ല ഞാൻ പറഞ്ഞല്ലോ ഫിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എഴുതാം, ആൽക്കൈലേഷൻ എഴുതാം, നമ്മൾ ഇഷ്ടമാണ്. ഒരുപാട് റിയാക്ഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ടോ? എക്സ്പ്ലെയിൻ എനി വൺ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. വെദർ നൈട്രേഷൻ എന്നിട്ട് നിങ്ങൾ പറയണം ഇതാണ് നൈട്രേറ്റിക് മിക്സ്ചർ, ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ. ഓക്കെ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം. അടുത്തതും എഗെയിൻ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4/h പൈ. നെയിം എനി 4 സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ലൈമാൻ ബാൽമർ പാർഷ്യൻ അല്ലേ, ബ്രാക്കറ്റ് ഫണ്ട് ഏതെങ്കിലും 4 നിങ്ങൾക്ക് എഴുതാം. റൈറ്റ് ദ കൺക്ലൂഷൻസ് ഓഫ് റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. എന്തൊക്കെയാണ് കൺക്ലൂഷൻസ്? എന്താ കൺക്ലൂഷൻസ്? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, കൺക്ലൂഷൻസ് എഴുതരുത് എന്ന് പറഞ്ഞു മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ. കൺക്ലൂഷൻസ് ആണ് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ എൻ ആറ്റം ഇസ് എംപ്റ്റി അല്ലേ. എന്താണ്? ഹോൾ പോസിറ്റീവ് ചാർജ് ഇസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. ഓക്കെ, വോളിയത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അവിടെ പറയാം. വോളിയം ഓഫ് എ ന്യൂക്ലിയസ് ഇസ് എന്താണ്? negligible is corresponding to volume of a atom. Volume of an atom. അതാണ്
കൺക്ലൂഷൻ എഴുതി നോക്കണേ, നമ്മൾ നോട്ട് നോക്കണം. ഡിമെറിറ്റ്സ് ഓഫ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. ഒന്നെന്താ, സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആറ്റമിക് സ്പെക്ട്ര അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റിയില്ല. സ്റ്റെബിലിറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ജസ്റ്റ് ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ദിസ് മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം അല്ലേ. മാക്സ്വെൽ പറഞ്ഞ പോലെ അല്ലെ, മാക്സ്വെല്ലിൽ ഒരു തിയറി ഉണ്ടായിരുന്നല്ലോ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി അല്ലേ. മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെ, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ആക്സലറേറ്റ് ആയി കഴിഞ്ഞാൽ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്ത് ന്യൂക്ലിയസിൽ വന്ന് വീഴുന്നൊക്കെയാണ് മാക്സ്വെൽ പറഞ്ഞത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡിന് പറ്റിയില്ല, റുദർഫോർഡ് മോഡലിന് പറ്റിയില്ല. റൈറ്റ് എനി 2 postulates ഓഫ് VCPR തിയറി, അത് നിങ്ങൾ എഴുതുക. ഹൈഡ്രജൻ ബോൺസ് ആർ 2 types. വിച്ച് ആർ ദേ? റൈറ്റ് എനി 1 example ഫോർ ഈച്ച്. ഏതൊക്കെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത്? നിങ്ങൾ 4ാമത്തെ ചാപ്റ്റർ തീരുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെ. ഇന്റർമോളിക്കുലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ HF മോളിക്യൂള്, ഇങ്ങനെ ഒരുപാട് HF മോളിക്യൂൾ ഉണ്ട് വിചാരിക്കാം. ഇന്റർമോളിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ എഫും ഈ എച്ചും തമ്മിലൊരു ചെറിയൊരു കണക്ഷൻ കാണിക്കും. ഇതൊരു മോളിക്യൂള്, ഇത് വേറൊരു മോളിക്യൂള്. ആ 2 മോളിക്യൂളിലെയും എന്താണ് എലമെന്റ്സ് അല്ലേ, ഈ മോളിക്യൂളിലെ ഫ്ലൂറിനും ഈ മോളിക്യൂളിലെ ഹൈഡ്രജനും തമ്മിലുള്ള ഒരു അഫെക്ഷൻ, 2 മോളിക്യൂൾ, അതാണ് ഇന്റർമോളിക്കുലർ. ഓക്കെ, 2 ഡിഫറെൻറ്റ് മോളിക്യൂൾസിലുള്ള ആൾക്കാർ തമ്മിലുള്ള കണക്ഷൻ, ഒരു ഇൻറ്ററാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ടിങ്, അതാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാമോളിക്കുലറിന് എക്സാമ്പിൾ നമ്മൾ എഴുതാറുള്ളത് നൈട്രോബെൻസീൻ, അതിലൊരു OH സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും. ഓക്കെ, അതായത് ഇത് ഒരു മോളിക്യൂളാണ്. അതേപോലെ HF എന്ന് പറഞ്ഞാൽ ഒരുപാട് മോളിക്യൂൾസ് ഇല്ല, ഒരു സിംഗിൾ മോളിക്യൂളാണ്. ആ മോളിക്യൂളിലുള്ള ഓക്സിജനും 2 ആൾക്കാരും ആ മോളിക്യൂളിൽ തന്നെയാണുള്ളത്. അതിനെ നമ്മൾ പറയും ഇൻട്രാമോളിക്കുലർ പറയും. ഇയാളെ നമ്മൾ പറയും ഇൻട്രാമോളിക്കുലർ, ഇയാളെ നമ്മൾ പറയും ഇന്റർമോളിക്കുലർ. ഓക്കെ, ഇന്റർമോളിക്കുലറും ഇൻട്രാമോളിക്കുലറും, ഒന്ന് മോളിക്യൂളിനുള്ളിൽ തന്നെ 2 മോളിക്യൂൾസ് തമ്മിൽ ഇന്റർ കോളേജിയേറ്റ്, ഇന്റർ സ്കൂൾ എന്ന് വെച്ചാൽ 2 സ്കൂളുകൾ തമ്മിൽ എന്ന് പറഞ്ഞ പോലെ 2 മോളിക്യൂൾസ് തമ്മിലാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഒരു മോളിക്യൂളിൽ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളെങ്കിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ CH4 ഏതാ? sp3 ഹൈബ്രിഡൈസേഷൻ. റൈറ്റ് എനി 2 characteristics ഓഫ് ഹൈബ്രിഡൈസേഷൻ. അത് നോക്കി വെക്കണേ, ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഹൈബ്രിഡൈസേഷൻ്റെ മറ്റേ 2 characteristics, അതായത് എന്താണ് അല്ലെ, എത്ര ഓർബിറ്റൽസ് മിക്സ് ചെയ്യുന്നുണ്ടോ അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, നമ്പർ ഓഫ് ഓർബിറ്റൽസ് മിക്സ്ഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മിക്സിംഗ് ഓർബിറ്റൽസ് ഇസ് ഈക്വൽ, അറ്റോമിക് ഓർബിറ്റൽസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. പിന്നെ എനർജിയും ഷേപ്പും എന്തായിരിക്കണം? ഇക്വലൻ്റ് ആയിരിക്കണം. മിക്സ് ചെയ്യുന്ന 2 ഓർബിറ്റൽസ് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ മിക്സ് ചെയ്യുന്നതിൻ്റെ എനർജിയും ഷേപ്പും ഓൾമോസ്റ്റ് ഇക്വലൻ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ മിക്സിംഗ് നടക്കുകയുള്ളൂ. ഇനി ഒരുപാട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നോക്കിയിട്ട്. O2 molecule is paramagnetic, explain using MO theory. അപ്പോൾ നിങ്ങൾ O2 മോളിക്യൂളിൻ്റെ മറ്റേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. നമ്മൾ മുമ്പ് എഴുതിയില്ലേ, σ1s2 σ*1s2. എന്നിട്ട് നിങ്ങൾ പറയണം എന്തുണ്ട്, പിന്നെ എല്ലാം പെയർഡ് അല്ല, അൺപെയർഡ് ഇലക്ട്രോൺസ് ആർ പ്രസന്റ്, സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. എല്ലാം നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ. പ്രെഡിക്ട് ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ ഇൻ ദ ഫോളോയിങ് ഇക്വിലിബ്രിയം. H2 + I2 gives to HI. എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ 1 mol H2, ഇവിടെ 1 mol I2, 2 mol HI ഉണ്ടാകുന്നുണ്ട് അല്ലേ. 2 mol റിയാക്റ്റൻ്റ്, 2 mol പ്രൊഡക്റ്റ് ആകുന്നുണ്ട്. സോ നോ ഇൻഫ്ലുവൻസ് അല്ലേ. ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഒന്ന് നോക്കണം. ഇവിടെ പ്രഷറിന് എന്തില്ല? ഇൻഫ്ലുവൻസ് ഇല്ല. അടുത്ത നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ യൂസ്ഡ് ടു പ്രെഡിക്ട് എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ ഇൻ ആൻ ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പ്രഷറിൻ്റെ എഫക്റ്റ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോ ഏത് ലോ ആണ്? ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ. അത് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്തത്, അത് നിങ്ങൾ ഒന്ന് മറച്ച് തിരിച്ച് ചോദിച്ചതാണ് സംഭവം. ഓക്കെ, അത് സ്റ്റേറ്റ് ചെയ്യാം. റൈറ്റ് ദ അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡ്സ് ആർ ദോ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് H+ ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം H+ കിട്ടുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുക? ആസിഡ് പറയുക. എക്സാമ്പിൾ HCl അല്ലേ. നിങ്ങളിതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചു, എന്ത് കിട്ടും? H3O+ കിട്ടും. H2O കൂടെ ഒരു H+ കൂടി കിട്ടും, Cl- കിട്ടും അല്ലേ. ഇതിന് നമ്മൾ അതാണ് അറീനിയസ് കോൺസെപ്റ്റ്. അപ്പം H+ റിലീസ് ചെയ്യണം. അപ്പം അതാണ് കാര്യം. ഈ H3O+ ആണ്, H2O+, H+ ആണ്. അപ്പം അക്വസ് സൊല്യൂഷനിൽ OH- ആണ് റിലീസ് ചെയ്യുന്നതെങ്കിലോ അവർ നമ്മളെന്താ പറയുക?
നമ്മൾ എന്ത് പറയും? OH മൈനസ് ആണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരെ പറയും ബേസസ് എന്ന് പറയും. ഇനി കോൺജുഗേറ്റ് ആസിഡ് കോൺജുഗേറ്റ് ബേസ് കോൺസെപ്റ്റ്. H2Oന്റെ കോൺജുഗേറ്റ് ആസിഡ് ഞാൻ ഇവിടെ എഴുതാം. എപ്പോഴും ശ്രദ്ധിക്കുക, കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു H+ ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ആളാണ് എൻ്റെ കോൺജുഗേറ്റ് ആസിഡ്. H2Oന്റെ കോൺജുഗേറ്റ് ആസിഡ് നിങ്ങൾ ഇക്വേഷൻ പോലെ പഠിക്കേണ്ട, ജസ്റ്റ് H2O എന്നൊരു H+ ഞാൻ മൈനസ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ കിട്ടുന്ന ആളാണ് അതിൻ്റെ കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസ് അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റെഡ് ലോറി കോൺസെപ്റ്റ്. നോട്ട്ബുക്കിൽ ആ ഒരു പാർട്ട് വേണം നിങ്ങൾ ഈ സമയത്ത് എടുക്കാൻ. ഇനി NH3ൻ്റെ കേസ് ആണെങ്കിൽ ഇതേപോലെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ NH3യിലേക്ക് H+ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് NH4+. NH4+ ആണ് നമ്മുടെ കോൺജുഗേറ്റ് ആസിഡ്. NH3ൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്താണ്? NH2ൽ നിന്ന് ഞാനൊരു H+ മൈനസ് ചെയ്ത് അപ്പം കിട്ടും NH2-. സോഡാമൈഡിലൊക്കെ ഉള്ള സാധനം അതാണ് കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ആഡ് ചെയ്യാൻ പറഞ്ഞ, ആസിഡ് പറയാൻ പറഞ്ഞ ഒരു H+ ആഡ് ചെയ്ത് പറയാം. കോൺജുഗേറ്റ് ബേസ് പറയാൻ പറഞ്ഞ ഒരു H+ മൈനസ് ചെയ്ത് പറയാം. Any two elements detected by Lessines test. Lessines test വെച്ചിട്ട് നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് ആണ് ഒന്ന് നൈട്രജൻ, പിന്നെ ഒന്ന് ക്ലോറിൻ. ഓക്കെ, അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോളിറ്റിക് ക്ലീവേജ് ആൻഡ് ഹെറ്ററോളിസിസ്. ഹോമോളിസിസ് ആൻഡ് ഹെറ്ററോളിസിസ്. അപ്പം ഞാൻ ജനറൽ ആയിട്ട് പറയാം. എൻ്റെ കയ്യിലൊരു A എന്ന് പറയുന്ന എലമെൻറ്റ് ഇസ് ബോണ്ടഡ് വിത്ത് B. ഓക്കെ, രണ്ട് എലമെൻറ്റ്സ് ഇതെടുക്കുക കേട്ടോ. ഹോമോളിറ്റിക് ക്ലീവേജ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഹാഫ് ആരോ മാർക്സ് ആണ്. അതായത് ഇവിടെ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവുക. ആ 2 ഇലക്ട്രോൺസ് രണ്ടാൾക്കും ഷെയർ ചെയ്ത് കിട്ടും. അപ്പോൾ ഒരാൾക്ക് ഒരു ഇലക്ട്രോൺ കിട്ടും. അപ്പോൾ എക്ക് ഒരു ഇലക്ട്രോൺ കിട്ടി, ബിക്ക് ഒരു ഇലക്ട്രോൺ കിട്ടി. ഇതാണ് ഹോമോളിറ്റിക് ക്ലീവേജ്. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം, ഒരേപോലെ ക്ലീവ് ചെയ്ത് വന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൾക്കാരെ നമ്മൾ പറയും റാഡിക്കൽസ്. ഇനി ഹെറ്ററോളിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ ഇങ്ങനെയാണ്. അത് ഡിപ്പെൻസ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. ഇതിന് ഇപ്പം എന്താ നമുക്ക് കിട്ടുക? ഈ ഇലക്ട്രോൺസ് രണ്ടും ഇയാളുടെ അടുത്തേക്കാണ് പോയത്. ഇലക്ട്രോൺസ് പോയ ആളെ നമ്മൾ മൈനസ് ആയിട്ടും ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട ആളെ നമ്മൾ പ്ലസ് ആയിട്ടും വിളിക്കും. ഇത് നമ്മൾ ഹെറ്ററോളിറ്റിക് ക്ലീവേജ് പറയും. ഇപ്പോൾ ഒരു കാർബണിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് 2 കാർബൺസ് ആർ ബോണ്ടഡ്, ജസ്റ്റ് കാർബൺ സ്കെലിറ്റൺ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഹോമോളിറ്റിക് ക്ലീവേജ് ഹെറ്ററോളിറ്റിക് ക്ലീവേജും. ഹോമോളിറ്റിക് ക്ലീവേജിലൂടെ കിട്ടുകയാണെങ്കിൽ 2 കാർബണും ഒരേ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റാഡിക്കൽസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. 2 കാർബൺ റാഡിക്കൽ കിട്ടും. സം സ്പെഷ്യൽ കേസിൽ ഇവർ ഹെറ്ററോളിറ്റിക് ക്ലീവേജ് നടത്തിയിട്ട് ഇവിടെ നമ്മൾ എന്ത് പറയും? C- C+ ഉണ്ടാവും. ഇതിന് നമ്മൾ എന്ത് പറയും? കാർബാനിയോൺ പറയും. ഇതിന് നമ്മൾ പറയും കാർബോകാറ്റയോൺ. അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ട് പറയണം. ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ ക്ലീവേജ് ഈക്വലി ഷെയർഡ് ഇലക്ട്രോൺസ് ആർ ഗോ ടു 1 by 1 ഓരോന്നും ആ സൈഡിലേക്ക് പോകുന്നു നിങ്ങൾ കാണിക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മൈനസ് ആയിട്ട് ഉണ്ടാകുന്ന ആളെ നമ്മൾ പറയും കാർബാനിയോൺ. നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരെ നമ്മൾ ആനോൺ പറയും. അപ്പോൾ കാർബൺ ആയതുകൊണ്ട് കാർബാനിയോൺ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും? കാർബോകാറ്റയോൺ. സെയിം റിയാക്ഷൻ വി ഹാവ് ഡിസ്കസ്ഡ് അല്ലേ. HBr ആഡ് ചെയ്യുന്നു അല്ലേ, മെയിൻ പ്രോഡക്റ്റ്. ഇവിടെ ഒരു ഡിഫറൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേജർ പ്രൊഡക്റ്റ് ചോദിക്കുന്നു, റൂള് ചോദിക്കുന്നുണ്ട്. നെയിം ആൻഡ് സ്റ്റേറ്റ് ദ റൂൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഏത് റൂളാണ്? മാർക്കോണിക്കോഫ് റൂളാണ്. എന്താ മാർക്കോണിക്കോഫ് റൂൾ പറയുന്നത്? ഇഫ് യു ആർ ആഡിങ് എ സിമെട്രിക്കൽ മോളിക്യൂൾ ടു ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ, ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം വിൽ ഗോ ടു ദാറ്റ് സൈഡ് ഇൻ വിച്ച് ദർ ഇസ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ഇപ്പോൾ പ്രൊപ്പീൻ ആണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബ്രോമിൻ 2 സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഇവിടെയും പോവാം. ഇതിൽ ഹൈഡ്രജൻ എണ്ണം കുറവ് ഇവിടെയാണ്. അപ്പോൾ ഇവിടേക്കാണ് ബ്രോമിൻ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡബിൾ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ നമുക്ക് ഹൈഡ്രജനും വരും. അതാണ് മാർക്കോണിക്കോ റോള്. ആൻറ്റി മാർക്കോണിക്കോ റോള് തിരിച്ച് ഇവിടെ പെറോക്സൈഡ് ഉണ്ടോ എന്നുള്ളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പെറോക്സൈഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോ. The bond angle in water is lower than tetrahedral angle. Why? ടെട്രാഹീഡ്രൽ ആംഗിളിനേക്കാളും കുറവാണ് വാട്ടറിൻ്റെ ബോണ്ട് ആംഗിൾ. അത് ബോണ്ട് പെയർ റിപ്പൾഷൻ വെച്ചാണ് നിങ്ങൾ പറയേണ്ടത്. ടെട്രാഹീഡ്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ടെട്രാഹീഡ്രൽ ഞാൻ വെറുതെ ഒന്ന് വരയ്ക്കാം. വാട്ടർ എങ്ങനെയാണ് വരിക? A ആണെങ്കിൽ B. വാട്ടറിൽ കുറച്ചുകൂടി ബോണ്ട് ആംഗിൾ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ലോൺ പെയർ 2 ബോണ്ട് പെയർ ആണ് ഇയാൾക്കുള്ളത്. അപ്പോൾ ലോൺ പെയർ റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കും കമ്പയറിംഗ് ടു ലോൺ പെയർ ബോണ്ട് പെയർ. അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ പഠിച്ചിട്ടില്ലേ? കമ്പയറിംഗ് ടു ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ റിപ്പൾഷൻ ആണ് എപ്പോഴും കുറവുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ബോണ്ട് ആംഗിൾ ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നത്.
Give one example of a molecule in which the central atom is in sp hybridized. Predict its geometry. ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയാനുള്ളത് ആൽക്കൈൻ ആണ്. ഇയാളുടെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. sp ഹൈബ്രിഡൈസ്ഡ് ആണ്. 180 ഡിഗ്രി സെൽഷ്യസ് ഇല്ല, ഡിഗ്രിയാണ് വരും. റൈറ്റ് ദ MO കോൺഫിഗറേഷൻ ഓഫ് N2 മോളിക്യൂൾ കാൽക്കുലേറ്റ്സ് ബോണ്ട് ഓർഡർ. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ബോണ്ട് ഓർഡർ എത്ര വരും? 3 വരും. ഓക്കെ. വാട്ട് ഈസ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ അയോണിക് പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്താണ്? അയോണിക് പ്രൊഡക്റ്റ്, വാട്ടറിൻ്റെ അയോണിക് പ്രൊഡക്റ്റ് പറഞ്ഞാൽ വാട്ടർ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. H2O റിയാക്ടിങ് വിത്ത് അനദർ H2O മോളിക്യൂൾ ഫോമിങ് H3O പ്ലസ് OH മൈനസ് അല്ലേ. ഒരു H2O എന്ത് ചെയ്യുന്നു? H പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു ഒരു H2O. അപ്പം ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ സപ്പോസ് എങ്ങനെ ഉണ്ടാവും? Kc is equal to concentration of product divided by reactants divided by H2O plus H2O. അങ്ങനെ തന്നെ എഴുതുകയാണ്. H2O plus H2O H2O സ്ക്വയർ എന്ന് എഴുതാം. സിൻസ് ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, H2Oൻ്റെ വാല്യൂ നമ്മൾ അങ്ങനെ എടുക്കാറില്ല. അപ്പം നമ്മൾ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ KW is equal to H3O plus കോൺസെൻട്രേഷൻ ഓഫ് H3O plus ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്നാണ് പറയുക. ഓക്കെ, 10⁻⁻14 ആണ് ആ വാല്യൂ വരുന്നുണ്ടാവുക. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആസിഡ് സ്ട്രെങ്ത്. അത് ക്ലോറിൻ ബ്രോമിൻ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, HF is more and HCl, chai, Br. Okay, HBr and HI. The dissociation of NH4OH is suppressed by the addition of NH4Cl. Name the principle applied here. എന്താണ്? കോമൺ അയൺ എഫക്റ്റ് ആണ്. NH4OHലും NH4Clലും കോമൺ ആയിട്ട് ആരുണ്ട്? NH4 പ്ലസ് ഉണ്ട്. അതാണ് ഇവിടെ സംഭവം, കോമൺ അയൺ എഫക്റ്റ്. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ അസിഡിക് ബഫർ. അസിഡിക് ബഫറിന് എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡും പ്ലസ് സോഡിയം അസറ്റേറ്റും ഉള്ള ഒരു സൊല്യൂഷൻ, ഒരു ബഫർ. അതിനൊരു അസറ്റിക് ബഫറിന് എക്സാമ്പിൾ ആണ്. ബേസിക് ബഫറിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്ത് എഴുതും? ബേസിക് ബഫറിന് എക്സാമ്പിൾ ആണ് NH4OHും NH4Clലും ഉള്ളൊരു സംഭവം, മിക്സ്ചർ. അതൊരു ബേസിക് ബഫറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ലവിങ് ആണ്. അപ്പം ഇലക്ട്രോൺ പെയേഴ്സിനെ ബ്രിങ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയാം. അല്ല, നെഗറ്റീവ് ചാർജ് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ്, ന്യൂക്ലിയസ് ലവിങ് ആണ്. യെസ്, ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇലക്ട്രോൺ പെയറിനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുക. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് OH മൈനസ് ഒക്കെ പറയാൻ പറ്റും, ന്യൂക്ലിയോഫൈലാണ്. ഓക്കെ, അപ്പം ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലം കിട്ടാനാണ്. ഹൗ വിൽ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ബൈ സയൻസ് ടെസ്റ്റ്? നമ്മൾ പറഞ്ഞു അല്ലേ, പ്രഷ്യൻ ബ്ലൂ കളറിൻ്റെ കാര്യം പറയണം എന്നുള്ള കാര്യം പറഞ്ഞു. നെയിം എനി മെത്തേഡ് ഓഫ് എൻ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഏത് മെത്തേഡ് നിങ്ങൾ പറയും? ഡ്യൂമാസ് മെത്തേഡ് പറയാം, അല്ലെങ്കിൽ നെയിമിനെ പറഞ്ഞിട്ടുള്ളൂ, പ്രൊസീജിയർ ഒന്നും വേണ്ട. അല്ലെങ്കിൽ ജൽദാസ് മെത്തേഡ് പറയാം. നിങ്ങൾ ഡ്യൂമാസ് മെത്തേഡ് പറഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ല. സ്കെച്ച് ദ ഷേപ്പ് ഓഫ് 2s ഓർബിറ്റൽ. 2s ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു 2s വരയ്ക്കാതെ എന്ത് ചെയ്യുക? 1s വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം ദിസ് ഇസ് നോഡ്, ഇത് 2s. ഓക്കെ, സ്ഫെറിക്കൽ ഷേപ്പാണ്, വൃത്തിക്കുള്ള വട്ടം വരയ്ക്കണേ. സ്റ്റേറ്റ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നോ ടു ക്വാണ്ടം നമ്പേഴ്സ് ഹാവ് ദ സെയിം no two electrons have the same quantum numbers. അതായത് 2 ഇലക്ട്രോൺസിന് ഈ 4 സെറ്റ് ക്വാണ്ടം നമ്പർ ഏതൊക്കെ ഉണ്ട്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അത് 4ഉം സെയിം ആയിട്ടുള്ള 2 ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു അഡ്രസ്സിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. റൈറ്റ് ദ വാല്യൂ ഓഫ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ സോഡിയം ആറ്റം. അപ്പോൾ ഞാൻ സോഡിയം എഴുതാൻ പോവാണ്. കോൺഫിഗറേഷൻ 1s2, 2s2, 2p6 ആൻഡ് 3s1. അപ്പോൾ ഇയാളുടെ n വാല്യൂ എഴുതണം, L വാല്യൂ എഴുതണം, പിന്നെ M വാല്യൂ എഴുതണം, S വാല്യൂ എഴുതണം. ഓക്കെ, n വാല്യൂ എഴുതണമെങ്കിൽ അയാൾ ഏത് ഷെല്ലിലാണ് എന്ന് അറിയണം. ഓക്കെ, ഏത് ഷെല്ലിലാണ്? 3rd ഷെല്ലിലാണ്. L വാല്യൂ എഴുതണമെങ്കിൽ അയാൾ ഏത് സബ് ഷെല്ലിലാണെന്ന് അറിയണം. L വാല്യൂ എങ്ങനെയാണ്? S ആണെങ്കിൽ 0 നിങ്ങൾക്ക് വാല്യൂ എടുക്കാം, P ഓർബിറ്റിലാണെങ്കിൽ 1 വാല്യൂ എടുക്കാം, D ഓർബിറ്റിലാണെങ്കിലോ 2 എന്ന് വാല്യൂ എടുക്കാം, F ഓർബിറ്റിലാണെങ്കിലോ 3 എന്ന് വാല്യൂ എടുക്കാം. ഇങ്ങനെയാണ് വാല്യൂ വരിക.
അപ്പം എൽ വാല്യൂ 0 ആണ്. ശരിയല്ലേ? എസ് അല്ലേ ഇയാൾ കിടക്കണം. അതുകൊണ്ട് തന്നെ എം വാല്യൂവും 0 ആണ്. എം എന്ന് പറഞ്ഞാൽ -L to L ആണ്, +L ആണ് എം വാല്യൂ. അപ്പം L 0 ആയതുകൊണ്ട് എം വാല്യൂവും 0 ആണ്. എസ് വാല്യൂ +or-1/2 ആയിരിക്കും. ഇതാണ് സോഡിയത്തിൻ്റെ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ അല്ലെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ്. റൈറ്റ് ദ N and L വാല്യൂസ് ഓഫ് 4D ഇലക്ട്രോൺ. N വാല്യൂ എത്രയാ? 4 അല്ലേ? 4th ഷെല്ല്. ഡി എന്ന് പറയുമ്പോൾ എൽ വാല്യൂ എത്ര? ഞാൻ പറഞ്ഞു എസ് 0 ആണെങ്കിൽ തൊട്ട് മുമ്പ് എസ് ഓർബിറ്റിലാണെങ്കിൽ 0, പി ഓർബിറ്റിലാണെങ്കിൽ 1, ഡി ഓർബിറ്റിലാണെങ്കിൽ 2. അപ്പോൾ എൽ വാല്യൂ 2 ആയിരിക്കും. എന്നും എല്ലും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഗീവ് ദ നെയിംസ് ഓഫ് സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ആറ്റമിക് ഹൈഡ്രജൻ ആൻഡ് ദ റീജിയൻ ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്. അപ്പം ആ ഇത് എവിടെയാണ് വരുന്നത് നോക്കുക. ബാൽമർ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ, വിസിബിൾ റീജിയനിലുള്ളൂ. ലൈമാൻ അൾട്രാവയലറ്റ്. പിന്നെ പാഷൻ ഫണ്ട് ഒക്കെ വരുന്നത് എവിടെയാണ്? ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അപ്പോൾ അത് നോക്കുക കേട്ടോ. സ്റ്റേറ്റ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അത് പെയറിങ്ങിനെയാണ് പറയുന്നത്. അതായത് പിന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കണം. കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് പെയർ ചെയ്തിട്ട് മാത്രമേ, അതായത് സിംഗിൾ ഇലക്ട്രോൺസ് ആണ് ഒക്യുപ്പൈ ചെയ്യുക. അപ്പോൾ പി ഓർബിറ്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യം സിംഗിളി ഒക്യുപ്പൈ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പെയറിങ് നടക്കുള്ളൂ. ഓക്കെ, പെയറിങ് വിൽ ഒക്കർ ഓൺലി ആഫ്റ്റർ ദ സിംഗിൾ ഒക്യുപ്മെൻറ്റ് ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽ. ഓക്കെ, അതിന് ഇച്ചിരി കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അതിൻ്റെ റൂള്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക. ആ 3 റൂളും ഓഫ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പിന്നെ നമ്മളെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, 3ഉം നോക്കുക. ഓരോ ഡെഫിനേഷൻ വെച്ച് പഠിച്ചാൽ മതി. ഒരുപാട് ഡെഫിനേഷൻ ഉണ്ടാവും ചിലപ്പോൾ. പ്രിഡിക്ട് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ഫോസ്ഫറസ് മോളിക്യൂൾ, ഫോസ്ഫറസ് ആറ്റം ഇൻ PCl5 മോളിക്യൂൾ. ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. sp3d ഓർബിറ്റൽ. sp3d hybridization. Account for the high reactivity of PCl5 molecule. PCl5ന്റെ സ്ട്രക്ചർ നിങ്ങൾ ആദ്യം വരയ്ക്കണം. ട്രൈഗണൽ പ്ലെനാർ സ്ട്രക്ചർ ആണ്. ട്രൈഗണൽ പ്ലെനാർ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ 3 ബോണ്ട്, ആക്സിയൽ ബോണ്ട്സും ഇക്വറ്റോറിയൽ ബോണ്ടും. ഈ ബോണ്ടിന്, ഈ PCl5 ഈ ബോണ്ടിന് ബോണ്ട് ലെങ്ത് വളരെ കൂടുതലാണ്. ഏതാ ഞാനിപ്പോൾ വരച്ചത്? അതായത് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവാം. ഇതൊരു പ്ലെയിനിലാണ് ഈ 3 ക്ലോറിൻ. ഇയാൾ രണ്ടാളും മുകളിലേക്കും താഴേക്കും. ലൈക്ക് ഇവിടെ എൻ്റെ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ 3 മോളിക്യൂൾ ഇവിടെ, 3 ക്ലോറിൻ ആറ്റം ഇവിടെ. മുകളിലേക്ക് ക്ലോറിൻ പൊന്തി നിൽക്കുന്നു, താഴേക്ക് ക്ലോറിൻ താഴ്ന്നു നിൽക്കുന്നു, ഇങ്ങനെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ടിനും ബോണ്ട് ലെങ്ത് കുറച്ച് കൂടുതലേക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത് കുറവേക്കും. ഇയാൾ എപ്പം വേണമെങ്കിലും ഇവിടുന്ന് എന്ത് ചെയ്ത് പോവാം, ഈ 2 ക്ലോറിൻ പോവാം. അപ്പോൾ നല്ല റിയാക്റ്റീവ് ആയിരിക്കും മോളിക്യൂൾ. കണ്ടോ, ആ ക്ലോറിൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ബോണ്ട് സ്ട്രെങ്ത് കുറയും ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ. ഡ്രോ ദ MO എനർജി ലെവൽ ഡയഗ്രാം ഓഫ് O2 മോളിക്യൂൾ. ഞാൻ ഇനി വരയ്ക്കില്ല, ഓൾറെഡി നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വരയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2 സൈഡിലും ഈക്വൽ ആയിട്ട് വേണം വരയ്ക്കാൻ. സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിക്ക് വേണം വരയ്ക്കാൻ. മനസ്സിലായോ? പല കോലത്തിൽ വരച്ചിടരുത്. ഇപ്പോൾ ഇവിടെ 1s വരയ്ക്കുക, ഇവിടെ 1s വരയ്ക്കുക, അതിൻ്റെ താഴെ വേണം. അപ്പോൾ ഇവിടെ 1s ഉണ്ട്, ഇവിടെ 1s ഉണ്ടെങ്കിൽ സിഗ്മ 1s താഴെ വേണം. ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റിൽ സിഗ്മ സ്റ്റാർ 1s അതിൻ്റെ മുകളിലായിട്ടാണ് വരയ്ക്കുക. അതുപോലെ ഇവിടെ 2sഉം ഇവിടെ 2sഉം ആണ്. അതേപോലെ സിഗ്മ 2s ഇവിടെ സിഗ്മ സ്റ്റാറിൻ്റെ മുകളിലായിട്ട് സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s അതിൻ്റെ മുകളിലായിട്ട്. എനർജി കൂടുതലായിരിക്കും ആൻറ്റിബോഡിങ് മോളിക്യൂൾ ഓർബിറ്റലിന്. ഓക്കെ, എനർജിയാണ് നമ്മളിവിടെ ലെഫ്റ്റിൽ കാണിക്കുക. predict the nature of solution produced by hydrolysis of sodium acetate. അതായത് സോഡിയം അസറ്റേറ്റ് എന്ന സോൾട്ട് ഫോം ചെയ്യുന്നത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും റിയാക്ട് ചെയ്തിട്ടാണ്. നമ്മളത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ Na+ഉം കിട്ടും, CH3COO- കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് അതൊരു വീക്ക് എന്താണ്, ഇത് എന്ത് തരം സോൾട്ടാണെന്നാണ്, എന്ത് തരം സൊല്യൂഷൻ, ഒരു ബേസിക് സൊല്യൂഷനാണ് ഉണ്ടാവുക. കാരണം ബേസ് സ്ട്രോങ്ങും ആസിഡ് വീക്കും ആയിരുന്നു. അപ്പോൾ ബേസിക് സൊല്യൂഷനാണ് ഉണ്ടാവുക. കാൽക്കുലേറ്റ് ദ pH. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ സെയിം എന്താണ് ഇക്വേഷൻ? pH is equal to minus logarithm of the concentration. കോൺസെൻട്രേഷൻ എത്രയാണ്? 3.8 × 10⁻³ Explain the effect of pressure in the following chemical equilibrium using Le Chatelier principle. എഫക്റ്റ് പറഞ്ഞാൽ ഇവിടെ പ്രഷർ ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഒരു CO-യും 3 H2-ഉം. അപ്പോൾ ടോട്ടൽ 4 മോൾ റിയാക്റ്റൻ്റ് ആണ് ലെഫ്റ്റിലുള്ളത്. 1 + 3 4 reactants. റൈറ്റിലോ 1 + 2 1 CH4 and 1 H2O 2 മോൾ പ്രോഡക്റ്റ്. എഫക്റ്റ് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അക്കോർഡിംഗ് ടു Le Chatelier പ്രിൻസിപ്പിൾ. പ്രഷർ കുറയുക എപ്പോഴാണ്? ഈ ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് പ്രഷർ കുറയുക. ശരിയല്ലേ?
ഈ ഡയറക്ഷനിൽ നടക്കുമ്പോഴോ പ്രഷർ കൂടും. കാരണം 4 മോൾ 2 മോളായി കുറയുമ്പോഴാണ് പ്രഷർ കുറയുന്നത്. 2 മോൾ 4 മോൾ ആവുമ്പോൾ പ്രഷർ കൂടും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എഴുതാം. അടുത്തത് IUPAC. ഈ IUPAC നമ്മൾ എങ്ങനെ ചെയ്യും? ഫസ്റ്റത്തെ നോക്ക് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ ക്ലോറിനും കാർബോക്സിലിക് ആസിഡും വന്നാൽ കാർബോക്സിലിക് ആസിഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ 3 ക്ലോറോ, പിന്നെ 4 കാർബൺ ആറ്റംസ് ഉള്ളത്. അപ്പോൾ ബ്യൂട്ടൻ അല്ലേ? COH എങ്ങനെ പറയും? ബ്യൂട്ടനോയിക് ആസിഡ്. ഓക്കെ, അടുത്തത് 1 2 3 4 5 6 തിരിച്ചാണോ കൊടുക്കേണ്ടത്? അല്ല, അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, ഈ ഡബിൾ ബോണ്ട് OH നോക്കുമ്പോൾ OHനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പ്രയോറിറ്റി. ആ പ്രയോറിറ്റി ലിസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ. ആ ഒരു എന്താണ് പ്രയോറിറ്റി ഓർഡർ ഉണ്ടല്ലോ. അപ്പം ഇതിൽ നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുക? ആൽക്കഹോള് സഫിക്സ് ആയിട്ട് വരണം. ഓക്കെ, ആദ്യം നമ്മൾ ഇതിൻ്റെ കാര്യം പറയണം. എത്ര കാർബൺ ഉണ്ട് നോക്കണം. ഹെക്സ്. എത്രാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? 4ാമത്തെ കാർബൺ. 4 ഈൻ. ഇനി ഒരു ഹൈഫൺ 3ാമത്തെ കാർബണിലെ ആൽക്കഹോൾ 4 ഈൻ 3 ഓൾ. ഓക്കെ, ഹെക്സ് 4 ഈൻ 3 ഓൾ. Write the functional isomers having molecular formula C3H6O. CH3 CH2. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. CH2OH C3H വരും അല്ലേ? അപ്പോൾ ഇതല്ല നമ്മളെ സാധനം, ഇതല്ല. ഓക്കെ, അപ്പം C3H6 വരാൻ പാടുള്ളൂ. അപ്പോൾ CH3O CH2 CH3 C3H6. ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഒരു മിനിറ്റ്. CH3 CO CH3 ശരിയാവോ? C3 3 കാർബൺ, H6O ഏതാത്? കീറ്റോൺ ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഫങ്ഷണൽ ഐസോമർ CH3 CH2 CHO പറ്റൂലേ? പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏത് കാണിക്കാം? എസ്റ്റർ കാണിക്കാൻ പറ്റുമോ? എസ്റ്റർ പറ്റില്ല. നിങ്ങൾക്ക് പിന്നെ ഈതർ കാണിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല അല്ലേ? അപ്പം ഇത് കീറ്റോ ഗ്രൂപ്പ് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മെയിനായിട്ട് വരുന്ന ഫങ്ഷണൽ ഐസോമർ. C3H6O മെയിനായിട്ട് വരുന്ന കീറ്റോണും ആൽഡിഹൈഡും. ഓക്കെ, എസ്റ്റർ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ പറ്റില്ല. അല്ല, എസ്റ്റർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഹൈഡ്രജൻ കിട്ടണം. കാർബോക്സിലിക് ആസിഡ് ഓക്സിജൻ കിട്ടണം. കാർബോക്സിലിക് ആസിഡും അതേപോലെയാണ്. ഓക്കെ, അടുത്തത് ഹൗ വിൽ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ക്ലോറിൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് യൂസിങ് ലെസൈൻസ് ടെസ്റ്റ്. ലെസൈൻസ് ടെസ്റ്റ് നമ്മൾ ക്ലോറിൻ്റെ പ്രസൻസ് എങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് നമ്മൾ കുറച്ചെടുത്തിട്ട് ഡയലൂട്ട് ചെയ്യും. ഡയലൂട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യും. ഓക്കെ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ക്ലോറിൻ എന്തെങ്കിലും അതിൽ പ്രസൻ്റ് ആണെങ്കിൽ ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇത് നമ്മൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പറയും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അങ്ങനെയാണ് ക്ലോറിൻ ഡിറ്റക്ട് ചെയ്യുക. 1 മാർക്കല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് 1 മാർക്കല്ലേ? യെസ്, 1 മാർക്കാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നിങ്ങൾ എഴുതിയാൽ മതി. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ കൺക്ലൂഷൻ? റുദർഫോർഡ് മോഡൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താണ് ഗീവ് ടു എനി 2 ലിമിറ്റേഷൻസ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തില്ല. ആറ്റമിക് സ്പെക്ട്രയെ പറ്റി ഒന്നും പറഞ്ഞില്ല. വാട്ട് ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ്? എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നടക്കുന്ന റിയാക്ഷൻസ് ആണ് അല്ലെ? എക്സ്റ്റേണൽ ഏജൻസി ഒന്നും വേണ്ട, ഒരു ഫീസിബിൾ ആയിട്ടുള്ള വളരെ പെട്ടെന്ന് എന്നുള്ളതല്ല, എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നടക്കുന്ന റിയാക്ഷനാണ് സ്പോണ്ടേനിയസ്. ഫോർ ദ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പിടിക്കുന്ന റിയാക്ഷനാണ്. അയൺ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്നു. ദ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് -549.4 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ് at 298 Kelvin. In spite of the negative entropy change, why is the reaction is spontaneous? ഈ റിയാക്ഷൻ spontaneous ആണ്. Why? -1648 കിലോ ജൂൾ
per mole. 298 Kelvin. Temperature is 298 Kelvin. ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ സ്പോണ്ടേനിറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആകുമ്പോഴാണ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1648 കിലോ ജൂളാണ് അല്ലേ. കിലോ പറയുമ്പം 30 കൊടുക്കുക മൈനസ് ടെമ്പറേച്ചർ 298 ഇൻറ്റു ഡെൽറ്റ എസിൻ്റെ വാല്യൂ -549.4 ജൂളാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇൻസ്പെക്ട് ഓഫ് ദി നെഗറ്റീവ് എൻട്രോപ്പി നെഗറ്റീവ് അല്ലെങ്കിലും ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് തന്നെ ആണ് എന്നാണ് പറഞ്ഞത്. വൈ? ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ നോക്കുക. ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറാണ്, വളരെ ഹൈ ടെമ്പറേച്ചർ ഒന്നുമല്ല. സോ ഈ റിയാക്ഷൻ അത്രത്തോളം കാലം റൂം ടെമ്പറേച്ചറിൽ നടക്കുന്ന റിയാക്ഷനാണ്. അതുകൊണ്ട് തന്നെ അത് എന്താണ്, ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ആദ്യം നിങ്ങൾ ഡെൽറ്റ ജി കണ്ടുപിടിക്കണം. ഡെൽറ്റ ജി നിങ്ങൾ നെഗറ്റീവ് ആണെന്ന് പറയണം. ഇത് സ്പോണ്ടേനിയസ് ആണ്, സോറി പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണെന്ന് പറയണം. എന്നിട്ട് ഇത് പറയണം ഇതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാം. എന്നിട്ട് പറയണം ടെമ്പറേച്ചർ വെരി ഹൈ ടെമ്പറേച്ചർ ഒന്നും അല്ല, മാത്രമല്ല ഇവിടെ കിലോ ജൂളിലാണ് നിങ്ങൾക്ക് ഡെൽറ്റ എച്ച് തന്നിരിക്കുന്നത് അല്ലേ. ഇറ്റ്സ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇതാ ഓക്കെ, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പം അത്രയും ക്ലൂ വെച്ചിട്ട് വേണം നിങ്ങളിത് എഴുതാൻ. ഇനി അടുത്തത് കാർബോകാറ്റയോൺ ഇൻക്രീസിങ് ഓർഡർ ആണ്. സ്റ്റെബിലിറ്റി എങ്ങനെയാണ് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി? ടെർഷ്യറി കാർബോകാറ്റയോൺ, അതായത് കുറച്ച് കാർബോകാറ്റയോൺ തന്നിട്ടുണ്ട്, അതിനെ അറേഞ്ച് ചെയ്യണം സ്റ്റെബിലിറ്റി കൂടി വരുന്ന രീതിയിൽ. ഏറ്റവും സ്റ്റെബിലിറ്റി കുറവായിരിക്കുക നമ്മളെ മീഥൈൽ കാർബോകാറ്റയോൺ ആണ്. കാർബോകാറ്റയോൺസിൽ സ്റ്റെബിലിറ്റി കുറഞ്ഞ ആളാണ് മീഥൈൽ കാർബോകാറ്റയോൺ. ഇനി പിന്നെ ആരാ? CH3 CH2 പ്ലസ് പിന്നെ ആരാ? CH3 ട്വൈസ് അല്ലേ, സെക്കൻഡറി കാർബോകാറ്റയോൺ. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ ഈ സംഭവം. ഫൈനലി ആരാ വരിക? CH3 ത്രൈസ് C പ്ലസ്. അപ്പോൾ ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ് മോർ അല്ലേ. ഇത് മീഥൈൽ, പിന്നെ പ്രൈമറി, പിന്നെ സെക്കൻഡറി കാർബോകാറ്റയോൺ, പിന്നെ ടെർഷ്യറി കാർബോകാറ്റയോൺ. ഓക്കെ, ജസ്റ്റിഫൈ യുവർ ആൻസർ ഓൺ ദി ബേസ് ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പം CH3 ഞാൻ ആ മൂന്നാമത്തെ എക്സാമ്പിളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ? ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺജുഗേറ്റിംഗ് എഫക്റ്റ് ഓവർ സിഗ്മ ബോണ്ട് ആണ്. സിഗ്മ ബോണ്ടിലുള്ള കോൺജുഗേറ്റിംഗ് എഫക്റ്റ്. ഈ കാർബോകാറ്റയോൺ നോക്കുക. ഈ കാർബണിൻ്റെ ഇപ്പുറം CH3 ഉണ്ട്, ഇതിൻ്റെ അപ്പുറം CH3 ഉണ്ട്, ഇവിടെ അപ്പുറം CH3 ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് വെച്ചിട്ട് പറയാം, ഐ എഫക്റ്റ് വെച്ചിട്ട് പറയാം. പക്ഷെ നിങ്ങളോട് പറഞ്ഞത് എന്താ? ഹൈപ്പർ കോൺജുഗേറ്റീവ് എഫക്റ്റ് വെച്ചിട്ട് പറയാൻ. അതായത് ഈ സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ ഓരോന്നിനും ഈ CH ബോണ്ട് എല്ലാം എന്ത് ബോണ്ടുകളാണ്? സിഗ്മ ബോണ്ടാണ്. സിഗ്മ ബോണ്ട് റെഫറൻസ് കാണിക്കും, അതിനാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയാം. അപ്പം ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിൽ, അതായത് ഇവിടെ ഒരുപാട് സിഗ്മ ബോണ്ട്സ് പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? പിന്നെ ഹൈപ്പർ കോൺജുഗേറ്റീവ് എഫക്റ്റ് വളരെ കൂടുതൽ ആയിരിക്കും. ഓക്കെ, ഡിപ്പെൻസ് ഓൺ ദാറ്റ് ബോണ്ടാണ്. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഹൈപ്പർ കോൺജുഗേഷൻ എന്നുള്ള ഭാഗം നോക്കണം. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ട്സിനാണ് വളരെ കൂടുതൽ. അതേസമയം വെറും മീഥൈൽ ഗ്രൂപ്പ് എടുക്കാം, അവിടെ ആകെ 3 സിഗ്മ ബോണ്ടേ ഉള്ളൂ. അപ്പം നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ഹൈപ്പർ കോൺജുഗേറ്റീവ് എഫക്റ്റ് കൂട്ടുന്ന രീതിയിലുള്ളത്. ഹൈപ്പർ കോൺജുഗേറ്റീവ് എഫക്റ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് പറയാനാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഗീവ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഇൻ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതായത് എന്താണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് ആദ്യം പറയണം അല്ലേ. നോ ടു ഇലക്ട്രോൺ ഹാവ് ദ സെയിം ക്വാണ്ടം നമ്പേഴ്സ് അല്ലേ. അതായത് ഇലക്ട്രോൺസിൻ്റെ ഒരു അഡ്രസ്സാണ് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ 4 മാർക്കിനാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഓരോ ക്വാണ്ടം നമ്പറിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഷെല്ലും എനർജി അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, ഏത് ഷെല്ലാണ്, അതിന് എനർജി എന്താണ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ കിട്ടുക. അസിമുതൽ ക്വാണ്ടം നമ്പറിൽ നിങ്ങൾക്ക് കിട്ടുക എന്താണ്? സബ്സിഡറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം, അതേപോലെ സബ് ഷെല്ല്, ഓർബിറ്റൽ, അതിൻ്റെ ആ കാര്യങ്ങളാണ് അതിൽ കിട്ടുക. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് എന്താണ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അവിടെ നിങ്ങൾക്ക് കിട്ടുക. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പറയാനുള്ള കുറച്ച് സാധനങ്ങൾ. സ്പിൻ ക്വാണ്ടം നമ്പർ അതിൻ്റെ റൊട്ടേഷനാണ്, സ്പിന്നിങ്, വെദർ ഇറ്റ് ഈസ് വാട്ട് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഷോൺ ബൈ ഓർഗാനിക് കോമ്പൗണ്ട്. ഏതൊക്കെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഷോൺ ചെയ്യുന്നത്? ആ ഒരു കാര്യം വൃത്തിക്ക് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഏതൊക്കെയാണ്?
സ്ട്രക്ചറൽ ഐസോമറിസം തന്നെ നിങ്ങൾക്ക് പല രീതിയിലുണ്ട്. ചെയിൻ ഐസോമറിസം ഉണ്ട്, പൊസിഷൻ ഐസോമറിസം ഉണ്ട്, ഫങ്ഷണൽ ഐസോമറിസം ഉണ്ട്. പിന്നെ സ്ട്രക്ചറൽ സ്റ്റീരിയോ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് സ്ട്രക്ചറിൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫങ്ഷണൽ ഐസോമറിസം നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. Diatomic species Ne2 does not exist but Ne2- can exist. Explain on the basis of molecular orbital theory. അപ്പം Ne2 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Ne2 എന്ന് പറയുമ്പോൾ നിയോണിൽ 10 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പം രണ്ടും നിയോൺ എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? 10 20 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പം നിങ്ങളത് എഴുതി നോക്കുന്ന സമയത്ത് നിങ്ങളെ ബോണ്ട് ഓർഡർ Nb-N വാല്യൂ 0 ആയിരിക്കും. നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. ഏതാ σ1s2 σ*1s2 അത് എഴുതി നോക്കിയിട്ട്. ഓക്കെ, അപ്പം അത് അങ്ങനെ എഴുതി നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവും. അതേസമയം Ne2- എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? മൈനസ് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 21 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ വാല്യൂ ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. സം ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ഇലക്ട്രോൺ കൂടി വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് കൂടി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചാണ് ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ കേസ് Ne2 ആണ് മാത്രം. Final question. Explain how the different series of lines are formed in the hydrogen spectrum. Derive an equation to find the wave number. അതായത് ആദ്യം നിങ്ങൾ എങ്ങനെയാണ് ഈ ലൈൻസ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ലൈമൻ സീരീസ്, ബാലോൺ സീരീസ്, ആ ഡെറിവേഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സപ്പോസ് നമുക്ക് 2 ലെവൽ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഒരു ലെവലിൽ ഞാൻ എനർജി E1 കൊടുക്കുകയാണ്, അടുത്ത ലെവലിൽ E2 എന്ന് കൊടുക്കുകയാണ്. സോ E1-ന് നമുക്ക് അറിയാം -RH ഡിവൈഡഡ് ബൈ N1² എന്ന് കൊടുക്കാം. N² ആണ്, E1 ആയതുകൊണ്ട് N1 കൊടുത്തു. E2-ന് -RH ഡിവൈഡഡ് ബൈ N2² എന്ന് കൊടുക്കാം. കൊടുത്തുവിടാം. ഇനി നമുക്കറിയാം ബോർ മോഡലിൽ പറഞ്ഞൊരു സാധനമാണ് ബോർ ഫ്രീക്വൻസി റൂള് അല്ലേ? ΔE/h ഫ്രീക്വൻസി. ΔE എന്ന് പറഞ്ഞാൽ എന്താ? E2 - E1/h. E2-ന് പകരം എന്ത് കൊടുക്കുന്നു? -RH ബൈ N2². ഈ -RH ബൈ N1² ഡിവൈഡഡ് ബൈ h. ഓക്കെ, h ഞാൻ ഇവിടെ 1/h എന്നിട്ടാണ് കേട്ടോ. ഇനി ഇതിനെ പ്ലസ് ഇട്ട് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ ഡെറിവേഷൻ. ഇതൊന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ. ഒറ്റ പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുള്ളൂ. RH ബൈ N1² -RH ബൈ N2². RH ഞാൻ കോമൺ പുറത്തെടുത്തു. RH ബൈ h ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു RH ബൈ h ഇൻറ്റു 1/N1² മൈനസ് 1/N2². RH-ൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ, എന്താണ്? 2.18 ഇൻറ്റു 10⁻⁻18 ഡിവൈഡഡ് ബൈ h-ൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34. അപ്പോൾ 3 ഒരു വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇൻറ്റു 1/N1² മൈനസ് 1/N2². അതെന്താണ്? ഫ്രീക്വൻസിയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേവ് നമ്പർ അല്ലേ? വേവ് നമ്പറും ഫ്രീക്വൻസി തമ്മിലുള്ള കണക്ഷൻ എന്താണ് കണക്ഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ വേവ് നമ്പർ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ ആണ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ എഴുതാം? ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ന്യൂ ഇസ് ഈക്വൽ ടു C/λ അല്ലേ? അപ്പോൾ ലാംഡക്ക് പകരം C/ν എന്ന് കൊടുത്തൂടെ? ന്യൂ. അപ്പോൾ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ν/c എന്ന് കൊടുത്തൂടെ? C/ν എന്നുള്ളത് തിരിച്ചു വരുമ്പം ν/c. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, ഇവിടെ ഒരു സം വാല്യൂ കിട്ടും ചെയ്ത് നോക്കിയാൽ. ഇതവിടെ നിൽക്കട്ടെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂ ബാർ കണ്ടുപിടിക്കുക. ഇവിടെ കിട്ടിയ ഈ ഒരു വാല്യൂ ν/c ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ നിങ്ങൾ ആദ്യത്തെ എക്സാമ്പിൾ ആയിരിക്കും, മീൻസ് ആദ്യത്തെ നിങ്ങളെ ഇക്വേഷൻ, നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടണം നിങ്ങൾ, മനസ്സിലായോ? ഇൻറ്റു 1/N1². നമ്മളെ നോട്ടിലുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ട് വേണ്ടവരൊന്ന് ആ ഒരു വാട്സപ്പ് ലിങ്കുമായിട്ടൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടുത്തെ നോട്ട് കിട്ടും. ഇത് O2-ൻ്റെ സെയിം കാര്യമാണ്. അപ്പോൾ ഞാനിത് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊക്കെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം മക്കൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് വിടാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെയുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, ടാർഗറ്റിനെ കോൺടാക്ട് ചെയ്യാം, നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന അപ്പോൾ ഒരു ദിവസത്തിന് ശേഷം നിങ്ങളെല്ലാവരും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോവാണ്. ഒരു പ്രശ്നവുമില്ല മക്കളെ, വളരെ സിമ്പിളായി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഒരു ടെൻഷനും വേണ്ട, യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എക്സാം ഹോളിലേക്ക് പോവുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, നിങ്ങളെ പിന്നെ എല്ലാ രീതിയിലും ഉള്ള സപ്പോർട്ട് നമ്മൾ തരുന്നതായിരിക്കും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഓക്കെ, സോ താങ്ക് യു.